ദേവഭാഷയിൽ 3 രാമായണങ്ങളാണ് പ്രധാനമായുള്ളത്. അതിൽ ഏറ്റവും പുകഴ്പെറ്റ രാമായണത്തെയാണ് ഞാൻ അനുസരിക്കുന്നത് എന്നാണ് കമ്പൻ പറയുന്നത്. ഒന്ന് വാൽമീകി രാമായണമാണ്, വേറൊന്ന് വസിഷ്ഠ രാമായണമാണ്, വേറൊന്ന് ബോധായന രാമായണമാണ്. മഹാഭാരതത്തിൽ തന്നെ 4 രാമായണം വന്നു പോകുന്നുണ്ട്. സീതയെ ജയന്തൻ തട്ടിക്കൊണ്ടുപോയപ്പോൾ രാമൻ ചോദിക്കുന്നുണ്ട് എന്താണ്, അല്ല ദ്രൗപദിയെ ജയന്തൻ തട്ടിക്കൊണ്ടുപോയപ്പോൾ യുധിഷ്ഠിരൻ ചോദിക്കുന്നുണ്ട് മാർക്കണ്ഡേയനോട്, എന്താണ് എൻ്റെ ഭാര്യയ്ക്ക് മാത്രം ഇങ്ങനെ അടിക്കടി ആപത്തുണ്ടാകുന്നത്? അതിന് ഉത്തരമായി മാർക്കണ്ഡേയൻ യുധിഷ്ഠിര, നിന്റെ ഭാര്യയ്ക്ക് മാത്രമല്ല, സാക്ഷാൽ രാമന്റെ ഭാര്യയ്ക്ക് ഇതിലേറെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാഭാരതത്തിലെ ആദ്യത്തെ രാമായണ പ്രസ്താവനയുള്ളത്. രാമകഥോപാഖ്യാനം വളരെ ദീർഘമായ ഒരു സ്ഥലത്താണ്. പിന്നെ മഹാരാജാക്കന്മാർക്ക് അപകടം വരുന്നതിനെ കുറിച്ച് പറയുന്നത് രാജധർമ്മത്തെ 4 സ്ഥലങ്ങളിൽ രാമോപാഖ്യാനത്തിൽ രാമകഥ വിശദമായും മറ്റുള്ളിടത്ത് സംക്ഷിപ്തമായും സൂചിപ്പിച്ചു പോകുന്നുണ്ട്. ഈ രാമായണങ്ങളുടെ എല്ലാം, പക്ഷേ ഈ കമ്പരാമായണം ഒഴിച്ചാലുള്ള രാമായണങ്ങളുടെ എല്ലാം വലിയൊരു ഉത്തരം, അതിൽ ആവിഷ്കരിക്കുന്ന ഒരു ഉത്തരം, ആരാണ് ലോകത്തിലെ ഏറ്റവും മഹാനായ മനുഷ്യൻ എന്നത്? അത് രാമനാണ്. അപ്പോൾ ഒരു ചോദ്യം വരും, രാമൻ ഇത്ര മഹാനായ മനുഷ്യനാണെങ്കിൽ, രാമൻ ദൈവം തന്നെയാണെങ്കിൽ, രാമൻ അവതാരം തന്നെയാണെങ്കിൽ, രാമൻ മനസ്സിലായില്ലേ മാരീചൻ സ്വർണ്ണമാനിന്റെ വേഷം ധരിച്ചു വന്നപ്പോൾ സ്വർണ്ണമാനാണ് എന്ന്? രാമന് മനസ്സിലായില്ലേ സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോകുമെന്ന്? ഇതൊന്നും മനസ്സിലാകാത്ത രാമൻ ഒരു രാമനാണ്, രാമൻ ഒരു അവതാരമാണോ? ഈ ചോദ്യം രാമായണ പഠിതാക്കളുടെ മനസ്സിലെല്ലാകാലത്തുണ്ട്. ഈ ചോദ്യത്തിനാണ് അധ്യാത്മരാമായണം ഉത്തരം പറയുന്നത്. ഈ ചോദ്യമാണ് അധ്യാത്മരാമായണത്തിനകത്ത് പാർവതി ശിവനോട് ചോദിക്കുന്നത്. കാര്യമായ ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരത്തിന് ഉള്ള അന്വേഷണങ്ങൾ നടക്കാത്തിടത്തോളം രാമായണം ഒരു സാഹിത്യ പാഠമായും, ആ ചോദ്യത്തിന്റെ ഉത്തരത്തിനുള്ള അന്വേഷണം നടക്കുമ്പോൾ രാമായണം ഒരു ഭക്തി കാവ്യമായും മാറും. അതുകൊണ്ട് അതുവരെയുള്ള രാമായണങ്ങളിൽ നിന്ന് അധ്യാത്മരാമായണം വ്യത്യാസപ്പെട്ടു കിടക്കുന്നത് അത് മഹാനായ മനുഷ്യനെ തേടിയുള്ള അന്വേഷണമല്ല, രാമനൊരു മനുഷ്യനേ അല്ല എന്ന അന്വേഷണത്തിലേക്കാണ് നീങ്ങുന്നത്. അത് അദ്വൈതം, വേദാന്തം, ഉപനിഷത്ത് തുടങ്ങി ഒട്ടേറെ ജ്ഞാന പദ്ധതികളെ പലയിടങ്ങളിൽ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. രാമായണം ഒന്നല്ല എന്ന് ഞാൻ പറഞ്ഞു. ഒരു രാമായണത്തിൽ രാമന്റെ പെങ്ങളാണ് സീത. അതിന് കൂടുതൽ സങ്കടമുണ്ട്. ഒരു ബുദ്ധമത രാമായണത്തിനകത്ത് ദശരഥജാതകം എന്നാണ് അതിൻ്റെ പേര്. രാമൻ സീതയും പെങ്ങന്മാരാണ്. എന്നിട്ട് രണ്ടാനമ്മ അവരെ ഹിമാലയത്തിലേക്കാണ്, കാട്ടിലേക്കല്ല ഹിമാലയത്തിലേക്ക് അയക്കുന്നത്. വേറൊരു രാമായണത്തിൽ രാമൻ രാവണനെ കൊല്ലുന്നില്ല, കാരണം അത് ജൈന രാമായണമാണ്. ജൈനന്മാർക്ക് ഹിംസ പറഞ്ഞതല്ല. പിന്നെ എങ്ങനെ കൊല്ലും? രാമൻ ജൈനനാണ്, അഹിംസ ആചരിക്കുന്നയാളാണ്. അതുകൊണ്ട് ലക്ഷ്മണൻ മുന്നോട്ട് വന്നിട്ട് രാമന് കുറ്റം ഉണ്ടാവരുത്, ഞാൻ അല്പം ജൈനൻ അല്ലാതായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് രാവണനെ കൊല്ലുന്നത് ലക്ഷ്മണനാണ്. ഞാൻ പറഞ്ഞു വരുന്നത് രാമായണങ്ങൾ പലതാണ്. രാമായണാനി ബഹുദശ്രുതാനി, രാമായണങ്ങൾ പലതാണ്. ആ പലതായ രാമായണങ്ങൾക്കിടയിൽ നിന്ന് രാമനെ അവതാര പുരുഷനായി കൽപ്പിക്കുകയും സീതയെ മായാദേവിയായി സങ്കല്പിക്കുകയും ചെയ്യുന്ന 14-ാം നൂറ്റാണ്ടിൽ ഇവിടെ ഉണ്ടായതെന്ന് നമുക്ക് അറിഞ്ഞുകൊള്ളാം. രാമാനന്ദൻ എന്നാണ് അധ്യാത്മരാമായണം എഴുതിയ യഥാർത്ഥ കവിയുടെ പേര് എന്ന് പറയുന്നു. തെളിവുകളൊന്നുമില്ല, തെളിവുകളൊന്നിനെ കുറിച്ചുമില്ല. അതൊരു തെക്കേ ഇന്ത്യൻ കൃതിയാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട്. അതിന് കാരണം അതിനകത്ത് ധാരാളം തദ്ധിത പദങ്ങളുണ്ടത്രേ. ഈ തദ്ധിതം ഉപയോഗിക്കുന്നത് സൗത്ത് ഇന്ത്യൻ മൂഢന്മാരാണ് എന്ന് നോർത്ത് ഇന്ത്യൻ സംസ്കൃത പണ്ഡിതന്മാർ പറയും ഏറ്റവും കൂടുതൽ. അങ്ങനെയൊക്കെ രാമായണത്തെ പറ്റി ഒട്ടേറെ അഭിപ്രായങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ 14-ാം നൂറ്റാണ്ടിൽ സംസ്കൃതത്തിലുണ്ടായ അധ്യാത്മരാമായണത്തിന്റെ വിവർത്തനമാണ് നമ്മുടെ എഴുത്തച്ഛന്റെ വിവർത്തനം. എഴുത്തച്ഛൻ ഈ അധ്യാത്മരാമായണത്തിന് 3 പാഠങ്ങളുണ്ട്. ഒന്ന് അതിന്റെ കിഴക്കൻ പാഠം, വേറൊന്ന് അതിന്റെ വടക്കൻ പാഠം, വേറൊന്ന് അതിന്റെ തെക്കൻ പാഠം. സൗത്ത് ഇന്ത്യയിൽ നിന്ന് വന്നൊരു പാഠം, ഈസ്റ്റ് ഇന്ത്യയിൽ നിന്ന് വന്നൊരു പാഠം, നോർത്ത് ഇന്ത്യയിൽ നിന്നൊരു പാഠം. മറ്റ് 2 പാഠങ്ങൾ കിട്ടിയിട്ടുണ്ട്. നോർത്ത് ഇന്ത്യൻ പാഠവും ഈസ്റ്റേൺ ഇന്ത്യൻ പാഠവും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. സൗത്ത് ഇന്ത്യയിലെ അധ്യാത്മരാമായണത്തിന്റെ പാഠം ഇതുവരെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. ഒരു പക്ഷേ എഴുത്തച്ഛൻ ആശ്രയിച്ചിരിക്കുന്നത്
നമുക്കിനിയും പൂർണ്ണ രൂപത്തിൽ കിട്ടിയിട്ടില്ലാത്ത സൗത്ത് ഇന്ത്യൻ പാഠമായിരിക്കാം എനിക്ക് തോന്നുന്നു. കാരണം നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന അധ്യാത്മ രാമായണത്തിന്റെ ഒറിജിനലുമായി ചേർത്ത് എഴുത്തച്ഛനെ വായിക്കുമ്പോൾ പലയിടങ്ങളും അദ്ദേഹം വിവർത്തനം ചെയ്യാതെ വിട്ടിരിക്കുന്നു, ചിലയിടങ്ങളിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുന്നു, ചിലയിടങ്ങളിൽ കഥാപാത്ര സ്വഭാവം തന്നെ മാറ്റിയിരിക്കുന്നു, ചിലയിടങ്ങളിൽ ചില വർണ്ണനകൾ ഒഴിവാക്കിയിരിക്കുന്നു. ഈ ത്യാജഗ്രാഹ്യ വിവേചന ബുദ്ധി കവി എന്ന നിലയിൽ അദ്ദേഹം എടുത്ത സ്വകീയമായ തീരുമാനം എന്നതിലപ്പുറത്ത് ഒരുപക്ഷെ അദ്ദേഹം ആശ്രയിച്ച മൂലപാഠത്തെ ആധാരമാക്കി വിലയിരുത്തുന്നതാവും നല്ലത് എന്ന് വിചാരിക്കും. എവിടെ ഈ സൗത്ത് ഇന്ത്യൻ പാഠം കിട്ടും എന്ന് എനിക്ക് അറിഞ്ഞില്ല. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഉള്ള രാമായണ പാഠങ്ങളിൽ നിന്ന് എഴുത്തച്ഛന്റെ വിവർത്തനത്തെ അത് ഏത് മട്ടിലായിരുന്നു എന്ന് സങ്കല്പിക്കുകയേ വഴി. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ വാൽമീകി രാമായണത്തിനകത്ത് ബാലകാണ്ഡത്തിൽ 77 സർഗങ്ങളുണ്ട്. എല്ലാ സർഗങ്ങളും ഏറ്റവും ചുരുങ്ങിയത് 25 ശ്ലോകങ്ങളും ഏറ്റവും കൂടിയത് 100-150 ശ്ലോകങ്ങളുമുള്ള ദീർഘങ്ങളായ സർഗങ്ങളാണ്. അത് രാമന്റെ കഥ മാത്രമല്ല, രാമൻ ജീവിച്ച പ്രദേശത്തിന്റെയും കാലത്തിന്റെയും കഥ കൂടിയാണ് രാമായണ പാഠം. രാമ അയനം എന്നാണ്, രാമസ്യ അയനം എന്നാണ്, രാമന്റെ വഴി എന്നാണ് അതിന്റെ പേരെങ്കിലും രാമന് മാത്രമായി അങ്ങനെ ഒരു വഴിയില്ല. രാമനിലേക്ക് വന്നു ചേരുന്ന അനേകം പേർ നടന്ന വഴികൾ കൂടി ചേർന്നതാണ് രാമന്റെ വഴി എന്നുള്ളത് കൊണ്ട് വളരെ വിശദമായിട്ടാണ് വാൽമീകി രാമായണത്തിന്റെ കഥ പറച്ചിരിക്കുന്നത്. ആദ്യം കഥാസംക്ഷേപം ചുരുക്കി പറയുന്നു 100 ശ്ലോകങ്ങളിൽ. പിന്നെ ബ്രഹ്മാവ് നമ്മുടെ കവിയെ അന്വേഷിച്ചു കൊണ്ടുവരുന്ന, വാൽമീകിയെ അന്വേഷിച്ചു കൊണ്ടുവരുന്ന സർഗം പറയുന്നു. വാൽമീകി സമാധിയിലിരുന്ന് ആ കഥ ആലോചിക്കുന്നത് പറയുന്നു 3ാമത്തെ സർഗം. 4ാമത്തെ സർഗത്തിൽ കുശനെയും ലവനെയും രാമായണം പഠിപ്പിക്കുന്നത് പറയുന്നു. 5ാമത്തെ സർഗത്തിൽ അയോധ്യ വർണ്ണിക്കുന്നു. 6ാമത്തെ സർഗത്തിൽ ദശരഥനെ വർണ്ണിക്കുന്നു. 7ാമത്തെ സർഗത്തിൽ മന്ത്രിമാരെ വർണ്ണിക്കുന്നു. 8ാമത്തെ സർഗത്തിൽ അശ്വമേധയാഗം നിശ്ചയിക്കുന്നത് വർണ്ണിക്കുന്നു. 9ാമത്തെ സർഗത്തിൽ സുമന്ത്ര ദശരഥന് മക്കളുണ്ടാവും എന്ന് പണ്ട് സനിൽകുമാരൻ പറഞ്ഞ കഥ എടുത്തു പറയുന്നു. അങ്ങനെ പതിയെ 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 വികസിക്കുന്ന വളരെ സ്വാഭാവികമായി മുന്നോട്ട് പോകുന്ന ഒന്നാണ് വാൽമീകി രാമായണമെങ്കിൽ കമ്പരാമായണം മുതൽ അതിന് മാറ്റം വരും. കമ്പരാമായണം ഈ ആദ്യത്തെ കഥാസംക്ഷേപമോ വാൽമീകി മഹർഷിയുടെ അവദാനമോ അല്ലെങ്കിൽ കുശനും ലവനും വന്നതോ ഒന്നും പറഞ്ഞിട്ടില്ല. പകരം അതിലെ അയോധ്യ വർണ്ണനയെ കമ്പൻ വളരെ വിശദമായിട്ട് 3 ഭാഗങ്ങളായി തിരിച്ച് ആറ്റുപടലം, നാട്ടുപടലം, നഗരപടലം എന്ന് 3 സർഗങ്ങളായി വിശദമായിട്ട് വർണ്ണിച്ചു. അതിലാണ് ഈ പാലുതേനും ഒഴുക്കുക എന്ന് നമ്മൾ പറയുന്ന മലയാളത്തിലെ ശൈലി കമ്പനിൽ നിന്ന് വന്നതാണ്. കോസല രാജ്യത്ത് എല്ലാ പശുക്കളും പാല് ചുരത്തിക്കൊണ്ട് നടക്കുന്നു. കോസല നാട്ടിലെ എല്ലാ പൂവുകളിൽ നിന്നും എപ്പോഴും തേന് വർഷിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കോസലത്തിലെ തെരുവുകളെല്ലാം പാലും തേനും നിറഞ്ഞിരിക്കുന്നു എന്ന് വർണ്ണിക്കുന്നത് കമ്പനാണ്. അവിടെ നിന്നാണ് മലയാളത്തിന് നമ്മൾ ഈ ഏറ്റവും ഐഡിയലായ ഒരു സങ്കല്പത്തെക്കുറിച്ച് പറയുമ്പോൾ പാലും തേനും ഒഴുക്കും എന്നുള്ള ശൈലി വരുന്നത്. കമ്പൻ വേറെയും മാറ്റം വരുത്തി. അത് നമുക്ക് സൗകര്യം പോലെ ഇതിനകത്ത് പറയാം. കമ്പനാണ് ഇന്ന് കാണുന്ന, ഇന്ന് നമ്മുടെ മനസ്സിലുള്ള യൗവനയുക്തയായ സീതയെ ആ വിവാഹവേദിയിൽ പ്രതിഷ്ഠിക്കുന്നത്. വാൽമീകി രാമായണത്തിലെ സീത കുഞ്ഞാണ്. അത് വാൽമീകി രാമായണം തർജ്ജമ ചെയ്ത വള്ളത്തോൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. 5 വയസ്സായ പിഞ്ചിളം പൈതൽ എന്ന് വള്ളത്തോൾ എഴുതി വെക്കുന്നത് ഇത് അദ്ദേഹം തർജ്ജമ ചെയ്തുകൊണ്ടാണ്. അദ്ദേഹത്തിന് അറിയാം സീതയ്ക്ക് 5 വയസ്സും രാമന് 12 വയസ്സുമാണ്. ബാലോ 12 വാർഷീയം എന്ന് വിശ്വാമിത്രനോട് ദശരഥൻ ചോദിക്കുന്നുണ്ട്. 12 വയസ്സല്ലേ എൻ്റെ കുഞ്ഞിനുള്ളൂ. ആ സീത വാൽമീകി രാമായണത്തിൽ മാത്രം നിൽക്കുകയും കമ്പരാമായണം ആകുമ്പോഴേക്ക് വിവാഹ പന്തലിലെ സീത യൗവനയുക്തയായ സീതയായി. ഇനിയും ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഞാൻ സന്ദർഭം കിട്ടുമ്പോൾ ഈ കാര്യം പറയാം. പറഞ്ഞു വരുന്നത് ഇതാണ്: വാൽമീകി രാമായണം എന്ന ഒരൊറ്റ ടെക്സ്റ്റ് അതേ മട്ടിൽ നിലനിൽക്കുകയല്ല. അതിനകത്ത് പല വിധത്തിലുള്ള മാറ്റങ്ങൾ പല മട്ടിൽ വരുത്തിയാണ് പിൽക്കാല രാമായണാഖ്യാനങ്ങൾ ഉണ്ടായത്. ഒരു ഉദാഹരണം കൂടെ പറയാം. നിങ്ങൾ അഹല്യ മോക്ഷത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലെത്തുന്ന ആദ്യത്തെ ഒരു ചിത്രം കല്ലായി കിടക്കുന്ന അഹല്യയാണ്. വാൽമീകി രാമായണത്തിൽ അഹല്യയ്ക്ക് അങ്ങനെ കല്ല് എന്ന് പറയുന്ന അവസ്ഥയില്ല. ഗൗതമ മഹർഷി ശമിക്കുന്നത് നീ ആരും കാണാതെ പൊടി ഭക്ഷിച്ച് വായു ഭക്ഷിച്ച് ഏകാഗിയായി ഈ ആശ്രമത്തിൽ കഴിയാനിടവരട്ടെ. അദൃശ്യ വിസിബിലിറ്റി എന്ന് പറയുന്നത് അദൃശ്യയായി തീരുക എന്നുള്ളതാണ് അഹല്യയ്ക്ക് കൊടുത്ത ശാപം.
കമ്പനാണ് അഹല്യയെ കല്ലാക്കി മാറ്റുന്നത്. നീ ഒരു വിലപ്പെൺ എന്നുള്ള വേശ്യ എന്നാണ് അർത്ഥം. ഒരു വേശ്യയെ പോലെ പെരുമാറിയ നീ ഒരു കല്ലായി തീരട്ടെ എന്ന് ഗൗതമൻ അഹല്യയെ ശപിച്ചു എന്ന കഥ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് കമ്പനാണ്. അത് പിന്നീട് അധ്യാത്മരാമായണം സ്വീകരിച്ചു. അത് പിന്നീട് രാമചരിതമാനസത്തിൽ സ്വീകരിച്ചു. ഇനി രാമായണ കഥ പറയുന്ന ഒരാൾക്കും അഹല്യ കല്ലല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ കഥ കേൾക്കാൻ. വാൽമീകി രാമായണത്തിനകത്ത് സ്വയംവരം എന്നൊരു ഏർപ്പാടും ഇല്ല, അധ്യാത്മരാമായണത്തിലില്ല. ഇപ്പോഴും അധ്യാത്മരാമായണ പതിപ്പുകളിലൊക്കെ ഏതോ ധാരണയിൽ ആളുകൾ സീതാ സ്വയംവരം എന്ന് ടൈറ്റിൽ അച്ചടിച്ചു വെക്കാറുണ്ട്. അതിൽ സ്വയംവരമേ ഇല്ല. സീതയെ വില്ലൊടിച്ചു കഴിഞ്ഞാൽ രാമന് കൊടുക്കാം എന്ന് ജനകൻ പ്രതിജ്ഞ ചെയ്തു. രാമൻ വില്ലൊടിച്ചു, സീതയെ രാമന് കൊടുത്തു. അദ്ദേഹം വാൽമീകി രാമായണ പ്രകാരം ജനകന്റെ സഹോദരന്റെ 2 പെൺമക്കളെ രാമന്റെ സഹോദരന്മാർക്കും കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. സീതാ സ്വയംവരം എന്ന കഥ സൃഷ്ടിക്കുന്നത് രാമചരിതമാനസമാണ്. രാമചരിതമാനസം അവിടെ ഒരുപാട് രാജാക്കന്മാരെ കൊണ്ടുവരികയും അവരൊക്കെ മത്സരിക്കുകയും ആ കൂട്ടത്തിൽ രാമൻ മത്സരിച്ച് സീതയെ നേടുകയും ചെയ്തു. രാമചരിതമാനസം എഴുത്തച്ഛന് ശേഷം ഉണ്ടാകുന്ന കൃതിയാണ്. പക്ഷെ ഇന്ന് രാമായണ കഥ ആലോചിക്കുന്ന ഒരാൾക്ക് ഈ സീതാ സ്വയംവരം ഇല്ലാതെ രാമായണ കഥ ആലോചിക്കാനാവില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം ഇതാണ്. അതത് കാലത്ത് രാമായണത്തിൽ നടന്ന ഇടപെടലുകളെല്ലാം ചേർത്താണ് നമ്മൾ ഇന്ന് കാണുന്ന രാമായണം എന്ന ഒരു ടെക്സ്റ്റ് ഉണ്ടായത്. നമുക്ക് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിലേക്ക് വരാം. അതിലെ ആദ്യത്തെ കുറച്ച് വരികൾ ഏതാണ്ട് ധാത്രി ഭാരത തീർപ്പാൻ എന്ന് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള വരികൾ കവിയെയും കവിയുടെ ആലോചനകളെയും കവിയുടെ മുൻ കവികളെയും ദേവതകളെയും ഒക്കെ സ്തുതിക്കുന്നതും വിചാരിക്കുന്നതും ഒക്കെയായ ഭാഗമാണ്. അതിനകത്ത് വളരെ പ്രശസ്തമായ ഒരുപാട് പേര് ആലോചിച്ചിട്ടും ഉത്തരം കിട്ടാതിരുന്ന ഒരു 4 വരി അദ്ദേഹത്തിന്റെ ഗുരുവിനെ കുറിച്ച് പറയുന്നതാണ്. അഗ്രജൻ മമ സദാ വിദുഷാം അഗ്രേസരൻ മൽഗുരുനാഥൻ അനേകാന്തേവാസികളോടും ഉൾക്കൊരു നിങ്ങൾ വാഴുക രാമനാമാചാര്യൻ. അവിടെ നിന്നാണ് സാഹിത്യവഞ്ചാരൻ PK നാരായണപിള്ളയ്ക്ക് മുമ്പ് കേരളവർമ്മ വലിയ പോയി തമ്പുരാൻ ഈ ഭാഷാ സാഹിത്യ ചരിത്രം എഴുതിയ P ഗോവിന്ദപിള്ളയ്ക്ക് വേണ്ടി രാമാനുജൻ എന്ന പേര് സൃഷ്ടിക്കുന്നത്. കേരളവർമ്മ സൃഷ്ടിച്ച പേരാണ്, കേരളവർമ്മ വലിയ പോയി തമ്പുരാൻ സൃഷ്ടിച്ച പേരാണ് രാമാനുജൻ എന്നുള്ള പേര്. കാരണം ഇതിൽ നിന്നാണ് രാമനാമാചാര്യനും, രാമൻ ഏട്ടനാണെങ്കിൽ രാമന്റെ അനുജന്റെ പേര് രാമാനുജൻ. പക്ഷെ കുണ്ടത്ത് സമാഹരിച്ച രാമായണ ടെക്സ്റ്റിൽ അത് ഇന്റർനെറ്റിൽ റെഫർ ചെയ്യാൻ മൽഗുരുനാഥൻ എന്നല്ല ഉള്ളത്, സൽഗുരുനാഥൻ എന്ന്. അങ്ങനെ വരുമ്പോൾ അഗ്രജൻ മമ സദാം വിദുഷാം എന്നൊക്കെ സംസ്കൃത വ്യാകരണ രീതിയിൽ തന്നെയാണ് എഴുത്തത്. ഈ അഗ്രേസരനായ രാമൻ അദ്ദേഹത്തിന്റെ ഏട്ടനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഗുരുവാണോ? സൽഗുരുനാഥനും മൽഗുരുനാഥനും തമ്മിൽ വ്യത്യാസമുണ്ട്. മുഖ്യന്മാരായ ഗുരു ഭൂതന്മാർ മറ്റുള്ളവരും ഇങ്ങനെ സ്വന്തം ഗുരുവിനെ വർണ്ണിച്ചുകൊണ്ട് അദ്ദേഹം തുടരുന്നു. അതിൽ കമ്പരാമായണത്തെയും കണ്ണശരാമായണത്തെയും പലയിടത്തും അദ്ദേഹം അനുഗമിക്കുന്നുണ്ട്. അങ്ങനെ വന്ന് രാമായണ മാഹാത്മ്യം പറയുന്ന ഒരു വലിയ അധ്യാത്മരാമായണ സർഗത്തെ മുഴുവൻ 4-5 വരിയിലേക്ക് ഒതുക്കിയിട്ട് രാമായണ പാരായണം ചെയ്താലുള്ള ഗുണങ്ങൾ പറഞ്ഞ് അദ്ദേഹം വിവർത്തനത്തിലേക്ക് കടക്കുന്നു. ആ വിവർത്തനം ഇങ്ങനെ തുടങ്ങുന്നത് യാ പൃഥ്വീഭരവാരണായ ദിവിജൈഹി സംപ്രാർത്ഥിതശ്ചിന്മയ സജ്ഞാതഃ പൃഥ്വീതലേ രവികുലേ മായാമനുഷ്യോ അവ്യയഃ നിശ്ചക്രം ഹതരാക്ഷസഃ പുനരാഗത ബ്രഹ്മത്വമാദ്യം സ്ഥിരാം കീർത്തിം പാപഹരാം വിധായ ജഗതാം തം ജാനകീശം ഭജേ. ഈ ജാനകീശം ഭജേ എന്നുള്ളതിന് എഴുത്തച്ഛൻ സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേ എന്ന് മലയാളത്തിലേക്ക് തർജ്ജമ വയ്ക്കും. മറ്റെല്ലാം അങ്ങനെ തന്നെ വയ്ക്കും. പൃഥ്വീഭരവാരണായ ധാത്രീ ഭാരത തീർപ്പാൻ ദിവിജൈഹി ബ്രഹ്മാദി ദേവഗണം സംജ്ഞാത പൃഥ്വീതലേ രവികുലേ മായാമനുഷ്യോ അവ്യയ ദുഗ്ധാബ്ധി മധ്യേ ഭോഗി സപ്തമനായിരുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ
ധാത്രി മണ്ഡലം തന്നിൽ മാർത്താണ്ഡ കുലത്തിങ്കൽ ധാത്രീന്ത വീരൻ ദശരഥന് തനേന എന്ന് ഒറിജിനൽ അധ്യാത്മരാമായണത്തെ ഒരുപക്ഷെ ഭാഷ ഇത്രയേറെ വികസിച്ച ഒരു കാലയളവിൽ പോലും നമുക്ക് ആലോചിക്കാൻ പറ്റാത്തത്ര സമഗ്രമായി, സമ്പൂർണമായി, സമ്പുഷ്ടമായി എഴുത്തച്ഛൻ വിവർത്തനം ചെയ്തു വെച്ചു. ഒരു ശ്ലോകത്തെ 10 വരിയിൽ അദ്ദേഹം വിവർത്തനം ചെയ്തു വെച്ചു. ഇനി നേരെ കഥയിലേക്ക് കാണാം. അങ്ങനെയാണല്ലോ തുടങ്ങുന്നത്. കൈലാസാഗരെ കഥാചിത് രവിശത വിമലെ മന്ദിരെ രത്നപീഠെ. എഴുത്തച്ഛൻ വിവർത്തനം ചെയ്യുന്നു, ശ്രദ്ധിക്കണേ. കൈലാസാഗരെ കഥാചിത് രവിശത വിമലെ മന്ദിരെ രത്നപീഠെ സംവിഷ്ടം ധ്യാനനിഷ്ഠം ത്രിനയനമഭയം സേവിതം സിദ്ധസംഖ്യം എന്നതിനെ എഴുത്തച്ഛൻ വിവർത്തനം ചെയ്യുന്നു. കൈലാസാചലെ രവിശത വിമലെ എന്നുള്ളതിനെ സൂര്യകോടി ശോഭിത്തെ എന്ന് വിവർത്തനം ചെയ്യും. വിമലെ എന്നുള്ളതിന് വിമലാലേ എന്ന് വിവർത്തനം ചെയ്യും. രത്നപീഠെ എന്നുള്ളത് അതേപടി രത്നപീഠെ എന്നാണ്. ധ്യാനനിഷ്ഠം സംവിഷ്ടം എന്നുള്ളത് അതേപടി എഴുത്തച്ഛൻ ഉപയോഗിച്ചിരിക്കുന്നു. സേവിതം സിദ്ധസംഖ്യയും മുനി സിദ്ധ സേവാദി സേവ്യം എന്ന് വിവർത്തനം ചെയ്യും. ദേവി വാമാംഗ സംസ്ഥ വാമോത്സംഗേ വാഴുന്ന ഭഗവതി പ്രാഹേതം, പ്രാഹ എന്ന് പറഞ്ഞാൽ ചോദിച്ചു, പ്രാഹ ഇതം ചോദിച്ചു, ഇപ്രകാരം ചോദിച്ചു. ദേവമീശം, ഈശനായ ദേവനോട് ചോദിച്ചു. സകല മലഹരം വാക്യം ആനന്ദകന്ധം, സകല പാപങ്ങളും ഇല്ലാതാക്കുന്ന ആ വാക്യം, ആ ചോദ്യം ദേവി ചോദിച്ചു. എഴുത്തച്ഛൻ ഇങ്ങനെ വിവർത്തനം ചെയ്യുന്നു. കൈലാസാചലെ സൂര്യകോടി ശോഭിതേ വിമലാലയെ രത്നപീഠെ സംവിഷ്ടം ധ്യാനനിഷ്ഠം ഫാലലോചനം മുനിസിദ്ധ സേവാതിസേവ്യം നീലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമോത്സംഗയെ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോ. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, എഴുത്തച്ഛന്റെ വിവർത്തനം 1 രൂപ മാറിയാൽ 100 പൈസ തികച്ചും കിട്ടുന്ന മട്ടിലാണ് എന്നാണ്. എന്താണോ സംസ്കൃതത്തിലെ മൂലഗ്രന്ഥം ആലേഖനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് അതേപടി 16-ാം നൂറ്റാണ്ടാണ് നമ്മൾ വിശ്വസിക്കുന്നു. ചരിത്രപരമായ തെളിവുകളൊന്നുമില്ല. കൂടുതൽ വിവാദപരമായ ഒരു പ്രസ്താവനയിലേക്കും കടക്കുന്നില്ല. അത് കട്ടയാട്ട് ഗോവിന്ദ മേനോൻ എന്ന കോഴിക്കോടുകാരനായ സാമൂതിരിയുടെ മന്ത്രി അധ്യാത്മരാമായണം പ്രസിദ്ധീകരിച്ചപ്പോൾ അതിന് ആമുഖമായി 1872 അദ്ദേഹം എഴുതിയ കുറിപ്പുണ്ട്. ആ കുറിപ്പിൽ പവിത്രകര സൂര്യ എന്ന പരൽപ്പേര് എടുത്തുകൊണ്ട് ആ പരൽപ്പേര് വെച്ചിട്ടാണ് ഈ 16-ാം നൂറ്റാണ്ടാണ് എന്ന് നിശ്ചയിച്ചിരിക്കുന്നത്. അല്ല, അതിന് വേറെ ചരിത്രപരമായ തെളിവില്ല. പവിത്രകര സൂര്യ എന്നൊരൊറ്റ പരൽപ്പേരിൽ നിന്നാണ്. പക്ഷെ ഈ പവിത്രകര സൂര്യ എന്നുള്ളത് തെലുങ്കിൽ നിന്ന് അധ്യാത്മരാമായണം കേരളത്തിലേക്ക് വന്ന കൊല്ലത്തിന്റെ പരൽപ്പേരാണ്. അതിന് തെളിയിക്കുന്ന രേഖകളൊന്നുമില്ല. ഞാൻ 16 അല്ല എന്ന് പറയുന്നില്ല, 16 ആണെന്നും പറയുന്നില്ല. പക്ഷെ അതിന് മുമ്പാവാം, അല്ലെങ്കിൽ അതിന് ശേഷമാവാം. അതിവിടെ എന്റെ വാദമേ അല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഏത് കാലത്തായാലും മലയാളം സ്വന്തം കാലിൽ നിവർന്നു നിന്നിട്ടില്ലാത്ത ഒരു കാലത്ത് ഇങ്ങനെ പദാനുപദമായിരിക്കുമ്പോൾ തന്നെ ആശയത്തിന്റെ ഒരു തുള്ളി പോലും ചോർന്നു പോകാതെ ഒരു കാര്യം വിവർത്തനം ചെയ്യുക എന്നത് വളരെ അത്ഭുതകരമായ ഒന്നാണ്. അതുകൊണ്ട് അധ്യാത്മരാമായണം വാൽമീകി രാമായണത്തിന്റെ ആദ്യത്തെ കഥാസംക്ഷേപം, ബ്രഹ്മാഗമനം, കഥാന്വേഷണം ഒക്കെ വിട്ട് ഇത് തുടങ്ങുന്നത് ഏതാണ്ട് വാൽമീകി രാമായണത്തിലെ അശ്വമേധയാഗ നിശ്ചയം എന്ന സർഗം മുതലാണ്. അതുവരെ നമ്മുടെ അധ്യാത്മരാമായണം ചെയ്യുന്നത് ഉമാമഹേശ്വര സംവാദത്തിലൂടെ ഇന്ത്യയിൽ നിലനിന്ന വേദാന്ത ഉപനിഷത്ത് ദർശനത്തെ രാമസങ്കല്പവുമായി ചേർത്ത് വിളക്കുകയും വാൽമീകി രാമായണത്തിൽ നാം അന്വേഷിക്കുന്ന മനുഷ്യനായ രാമനെ അധ്യാത്മരാമായണത്തിൽ അന്വേഷിക്കരുത് എന്ന് തീർത്തു പറയുകയുമാണ്. പാർവതിയുടെ ചോദ്യത്തോടുകൂടി ഈ അധ്യാത്മരാമായണത്തിലെ ബാലകാന്ഡം ആരംഭിക്കുന്നു. എനിക്ക് പറഞ്ഞ് അറിവുണ്ട്, പാർവതി പറയുന്നു, എനിക്ക് കേട്ടറിവുണ്ട്. സകല ആനന്ദകരവും സകല വിമലകരവുമായ യാതൊന്നാണോ ഭൂമിയിൽ നിലനിൽക്കുന്നത് അത് രാമചന്ദ്രന്റെ നാമമാണ് എന്ന് ആ രാമതത്വം സ്ത്രീയായ എനിക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഒന്ന് പറഞ്ഞു തരൂ. മൂലകൃതിയിലെ 9 ശ്ലോകങ്ങളെ എഴുത്തച്ഛൻ 26 ഈരടികളാക്കി
നീട്ടി പരത്തി വ്യക്തമായി വിവർത്തനം ചെയ്തു വെച്ചു. പരമമായ ഒരു രഹസ്യം രാമഭക്തി, അതാണ് ഭവഭയത്തെ കടക്കാനുള്ള തോണി. അതുകൊണ്ട് ഈ ഭവഭയത്തെ കടക്കാനുള്ള തോണിയിലേക്ക് ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകളെയും എടുത്തു വെക്കണമേ എന്ന് പാർവതി ശിവനോട് അഭ്യർത്ഥിക്കുന്നിടത്ത് നിന്ന് വാൽമീകി രാമായണം വിഭിന്നമായി അധ്യാത്മരാമായണം ആരംഭിക്കുന്നു. അവിടെ 1, 2, 3, 4, 5, 6 ശ്ലോകങ്ങൾ എഴുത്തച്ഛൻ തർജ്ജമ ചെയ്യാതെ വിട്ടുകളഞ്ഞു. അതിങ്ങനെയാണ്: പരമവും ഏകവുമായ കാരണം എന്ന് രാമനെ വിളിക്കുന്നു. രാമൻ പരമപുരുഷനാണെങ്കിലും സ്വമായക്ക് വിധേയനായ ഒരു മനുഷ്യനായതുകൊണ്ട് രാമന് രാവണനെയും മാരീചനെയും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന് ആളുകൾ ചോദിക്കുന്നുണ്ടല്ലോ. എന്താണ് അങ്ങയുടെ മറുപടി? രാമൻ ആത്മതത്വം അറിഞ്ഞിരുന്നുവെങ്കിൽ സീതയെ ചൊല്ലി എന്തിനു വിലപിച്ചു? രാമൻ ദൈവമാണെങ്കിൽ സീത നഷ്ടപ്പെട്ടപ്പോൾ എന്തിനാണ് രാമൻ കരഞ്ഞത്? ഇങ്ങനെ പാർവതി ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ എഴുത്തച്ഛന് ഒഴിവാക്കി. കാരണം ആ ചോദ്യങ്ങൾ അധ്യാത്മരാമായണത്തിന്റെ സ്ട്രക്ചറിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കും എന്നൊന്നുമില്ല അദ്ദേഹം കരുതിയിരിക്കും. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൗത്ത് ഇന്ത്യൻ പാഠത്തിൽ ഈ ശ്ലോകങ്ങൾ ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. പാർവതിയുടെ ചോദ്യത്തിന് ഉത്തരമായി ശിവൻ മറുപടി നൽകുന്നു. പാർവതിയുടെ ചോദ്യത്തിന് ഉത്തരമായി ശിവൻ രാമതത്വം ഉപദേശിക്കുന്നു. അപ്പോഴൊന്നും കഥയിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ രാമതത്വം ഉപദേശിക്കുന്നിടത്തും 7 ശ്ലോകങ്ങൾ എഴുത്തച്ഛൻ തർജ്ജമ ചെയ്യാതെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ രാമനെയും രാമതത്വത്തെയും ആവർത്തിച്ച് ആവിഷ്കരിക്കുന്ന, ഉദാഹരണത്തിന് മായാതീതവും ശുദ്ധചേതനവുമായ ആത്മാവിൽ തങ്ങളുടെ അജ്ഞത ആളുകൾ ആരോപിക്കുകയാണ്. രാമൻ എന്തുകൊണ്ട് കരഞ്ഞു എന്ന് നമ്മൾ ചോദിക്കുന്നതിനർത്ഥം രാമൻ കരഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കുന്നത് കൊണ്ടാണ്. രാമൻ യഥാർത്ഥത്തിൽ കരഞ്ഞിട്ടില്ല. രാമൻ ശുദ്ധാത്മാവാണ്. രാമന് സങ്കടങ്ങളില്ല. രാമൻ നടക്കുന്നില്ല, രാമൻ നിൽക്കുന്നില്ല, എടുത്ത് ചെയ്യുന്നുണ്ട്. രാമൻ നിൽക്കുന്നില്ല, രാമൻ പോകുന്നില്ല. രാമൻ പോകുന്നു, നടക്കുന്നു, നിൽക്കുന്നു എന്നൊക്കെ നമുക്ക് തോന്നുന്നത് സ്വമായയാൽ രാമൻ ഉണ്ടാക്കിയ പ്രഭാവത്താലാണ്. ഇങ്ങനെ മായാ സിദ്ധാന്തത്തെ വിശദീകരിക്കുന്ന ഒരു 7 ശ്ലോകങ്ങളോളം എഴുത്തച്ഛൻ വിവർത്തനം ചെയ്യാതെ വിടുകയും എന്നിട്ട് നേരെ രാമന്റെ കഥയിലേക്ക്, രാമായണ കഥയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. സീത, ഹനുമാൻ, രാമൻ എന്നിവർ നിൽക്കുന്നിടത്ത് സീത ഹനുമാന് രാമതത്വം ഉപദേശിച്ചു കൊടുക്കുന്നതായി പ്രസ്താവിച്ചുകൊണ്ടാണ് ബാലകാണ്ഡത്തിലെ കഥാ ആവിഷ്കാരം ആരംഭിക്കുന്നത്. രാമം വിദ്ധി പരം ബ്രഹ്മ സച്ചിദാനന്ദമദ്വയം സർവോപാധി നിർമുക്തം സത്താമാത്രം അഗോചരം എന്ന ഒരൊറ്റ ശ്ലോകം. രാമം വിദ്ധി പരം ബ്രഹ്മ സച്ചിദാനന്ദമദ്വയം സർവോപാധി വിനിർമുക്തം സത്താമാത്രം അഗോചരം എന്ന ഒരൊറ്റ ശ്ലോകം വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ ശ്രീരാമപാദ ഭക്ത പ്രവര കേട്ടാലുണ്ടി സച്ചിദാനന്ദം ഏകം അദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്ന് നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനെ എന്ന് വിശദീകരിച്ച് എഴുത്തച്ഛൻ നോട്ടം ചെയ്യും. ഇത് അധ്യാത്മരാമായണത്തിൽ സിദ്ധാന്തങ്ങൾ പറയുന്നിടത്ത്, തത്വശാസ്ത്രം പറയുന്നിടത്ത് എഴുത്തച്ഛൻ സാമാന്യേന ആവിഷ്കരിക്കുന്ന ഒരു തന്ത്രമാണ്. വിവർത്തനമല്ല, വ്യാഖ്യാനമാണ് എഴുത്തച്ഛൻ്റെ പണി. വിവർത്തനം ചെയ്ത് നിർത്തുകയല്ല, തനിക്ക് പറയേണ്ടത്, തനിക്ക് പൂർണ്ണമായും ആളുകളിലേക്ക് എത്തിക്കേണ്ടത് വിശദീകരിച്ച് വ്യാഖ്യാനിച്ച് അത് എവിടെയാണോ ചെന്ന് തറിയിക്കേണ്ടത് അവിടെ തന്നെ എത്തിക്കുന്ന ഈ ഒരു രചനാ രീതിയാണ് എഴുത്തച്ഛൻ ഈ വിവർത്തനത്തിൽ ഉടനീളം സ്വീകരിച്ചിരിക്കുന്നത്.
ഇനി 35-ാമത്തെ ശ്ലോകമാകുമ്പോഴേക്കും മൂലകഥയിൽ നമ്മൾ അയോധ്യയിലേക്ക് എത്തി. അയോധ്യ നഗരേ മമ ജന്മ, അയോധ്യ നഗരേ ജന്മ രഘുവംശേ അതിനിർമ്മലേ. ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ വന്നു പിറന്നതും എന്ന് വാൽമീകി രാമായണത്തിന്റെ ആദ്യം കാണിച്ചിരിക്കുന്ന ആ കഥാ സംക്ഷേപം അധ്യാത്മരാമായണത്തിനകത്ത് ഇവിടെ സീതാദേവി ഹനുമാനോട് രാമകഥ ചുരുക്കി പറഞ്ഞു കൊടുക്കുന്നത് വെച്ചു. അവിടെ മൂലത്തിൽ ഈ താടകാവധം പറഞ്ഞിട്ടില്ല. എഴുത്തച്ഛൻ അത് മലയാളം തർജ്ജമ ചെയ്യുമ്പോൾ താടകാവധവും കൂട്ടിച്ചേർത്തു. അതിലൊരു സ്ഥലത്ത് 12 വയസ്സാണ് രാമന് അയോധ്യയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അയോധ്യ നഗരേ വാസോ മയ 12 വാർഷിക. 12 വയസ്സിലാണ് വിശ്വാമിത്രന്റെ കൂടെ പോകുന്നത് പറയുന്നു. ഇങ്ങനെ വാൽമീകി രാമായണത്തെ അനുസരിച്ചുകൊണ്ടും അധ്യാത്മ രാമായണം രാമഭക്തിയെ മുന്നോട്ട് കൊണ്ടുപോകും. ഈ കുറെ കഴിഞ്ഞ് ഹനുമാന് നേരിട്ട് രാമൻ തത്വോപദേശം നൽകുന്നു. ആ തത്വോപദേശം ഹനുമാന് മാത്രമല്ല, ഇത് എല്ലാ കാലത്തും എല്ലാവരും രാമതത്വം അറിയുന്നതിലേക്ക് ചിരന്തനമായി നിരന്തരമായി ആവിഷ്കരിക്കപ്പെടേണ്ട തത്വശാസ്ത്ര പ്രബോധനമായി അധ്യാത്മ രാമായണം എഴുതി. അവിടെ എഴുത്തച്ഛന്റെ വ്യാഖ്യാനം ഒരല്പം ദുർഗ്രഹമാകുന്ന ഒരിടമുണ്ട്. എഴുത്തച്ഛന്റെ വിവർത്തനം ഒരല്പം ദുർഗ്രഹമാകുന്ന ഒരു സ്ഥലം. അതിങ്ങനെയാണ്. അത് ഓർമ്മയുണ്ടാവും. പരമാത്മനാകുന്ന ബിംബത്തിൽ പ്രതിബിംബം പരിചിൽ കാണുന്നത് ജീവാത്മാവറികരുന്ന അധ്യാത്മരാമായണത്തിലെ വരിയുണ്ട്. അതിൽ ഒറിജിനൽ ഇങ്ങനെയാണ്. ശ്രീ മഹാദേവൻ പറയുന്നു, ശിവൻ പാർവതിക്ക് തത്വം പറഞ്ഞു. ആകാശസ്യ യഥാഭേദം ത്രിവിധോ ദൃശ്യതേ മഹാൻ, ജലാശയെ മഹാകാശസ്തത അവഛിന്നയവഹി പ്രതിബിംബാഖ്യമപരം ദൃശ്യതേ ത്രിവിധം നഭം. ആകാശം 3 തരത്തിലുണ്ട്. ഉണ്മ എന്ന പ്രതീതി മാത്രമായ ബുദ്ധി 3 തരത്തിലുണ്ട് എന്ന് പറയുന്നു. ആകാശം 3 തരത്തിൽ. ഒന്ന് മഹാകാശം, എല്ലായിടത്തും ഉള്ളത്. 2 വെള്ളത്തിൽ പരിമിതമായി കാണുന്ന ആകാശം. 3 പ്രതിബിംബിക്കുന്ന ആകാശം. ഇതേപോലെ ബുദ്ധിയും 3 തരത്തിലുണ്ട്. ഒന്ന് ബുദ്ധിയിൽ പരിച്ഛിന്നമായ ചേതന, ഇൻഹറന്റ് ഇന്റലക്ട് എന്ന് വിളിക്കാവുന്ന. 2 പൂർണ്ണമായ പരമാത്മാവ്. 3 ബുദ്ധിയിൽ നിഴലിക്കുന്ന ആഭാസം. ജീവാത്മാവ് എന്ന് പറയുന്ന ആഭാസമാണെന്നും പരമാത്മാവ് വേറെ ഉണ്ട് എന്ന് പറയാനാണ് ഈ സിദ്ധാന്തം പരമശിവൻ പറയുന്നത്. അവിടെ എഴുത്തച്ഛൻ പക്ഷേ തർജ്ജമ ചെയ്തപ്പോൾ ഈ 3 ആകാശങ്ങൾ, 3 ബുദ്ധി എന്നുള്ളത് വിവർത്തനത്തിൽ വരാതിരിക്കുകയും പരമാത്മനാകുന്ന ബിംബത്തിൽ പ്രതിബിംബം പരിചിൽ കാണുന്നത് ജീവാത്മാവ് അറിയടോ എന്ന് 2 ആത്മസന്നിധികളെ കുറിച്ച് മാത്രം എഴുതുകയും ചെയ്തു. ഇങ്ങനെ വിവർത്തനത്തിൽ അവിടെവിടെയായി വന്നുപോയ ചില അസ്വാരസ്യങ്ങളെ ഇതിനകം അധ്യാത്മരാമായണ പഠിതാക്കളും വ്യാഖ്യാതാക്കളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് സാഹിത്യ പഞ്ചാനനൻ എഴുത്തച്ഛനെ കുറിച്ച് എഴുതുന്ന ലേഖനത്തിൽ ഈ ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. അധ്യാത്മരാമായണം ബാലകാണ്ഡത്തിന്റെ ശില്പഘടന എന്നാണ് എൻ്റെ വിഷയം. ശില്പം എന്ന് പറയുന്നത് കൂട്ടിച്ചേർക്കുകയും എടുത്തു മാറ്റുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒന്നാണ്. ഒരു കല്ലിനോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കുക, ഒരു കല്ലിൽ നിന്ന് എന്തെങ്കിലും കുത്തി മാറ്റുക. അപ്പോഴാണ് ഒരു അസംസ്കൃത വസ്തുവിനെ ശില്പമായി രൂപം കൊള്ളുന്നത്. ഏത് കല്ലിനെയാണ് എഴുത്തച്ഛൻ കുത്തിയത്, എന്താണ് എടുത്തു മാറ്റിയത്, എന്താണ് കൂട്ടിച്ചേർത്തത് എന്ന് വാൽമീകി രാമായണത്തെയും അധ്യാത്മരാമായണ മൂലഗ്രന്ഥത്തെയും ആധാരമാക്കി പറയാനാണ് ശ്രമിക്കുന്നത്. 2ാം സർഗമാകുമ്പോഴേക്ക് നമ്മൾ കഥയിലേക്ക് കയറും. 1ാം സർഗം പൂർണ്ണമായും അദ്വൈത ദർശനമായിരുന്നു. രാമായണത്തിൽ അദ്വൈത ദർശനത്തെ കുറിച്ച് ഇവിടെ പ്രഭാഷണം ഞാൻ വിചാരിക്കുന്നു. പൂർണ്ണമായും അദ്വൈത ദർശനം അവതരിപ്പിക്കുകയും ഭഗവത്ഗീത, ശ്വേതാശ്വതര ഉപനിഷത്ത്, മറ്റു ഉപനിഷത്തുകൾ എന്നിവയിലെ ആത്മതത്വം രാമതത്വവുമായി ചേർത്ത് വയ്ക്കുകയും പരമാത്മാവ് എന്നുള്ളത് രാമനാണ് എന്ന് ഉറപ്പിക്കുകയും. ഇനി മുതൽ രാമായണ കഥ അടുത്ത സർഗം മുതൽ വായിക്കുന്ന ഒരാൾക്ക് രാമൻ ചെയ്യുന്ന ഒന്നിനും രാമൻ ഉത്തരവാദിയല്ല, സീത ചെയ്യുന്ന ഒന്നിനും സീത ഉത്തരവാദിയല്ല. കാരണം സീത മായയാണ്. മായയാകുന്ന സീത രാമനാകുന്ന പരമ്പൊരുളിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുകയാണ്. അഥവാ അദ്വൈത ദർശനം മറ്റൊരു തരത്തിൽ ആവിഷ്കരിക്കുകയാണ്. കർമ്മസിദ്ധാന്തം മറ്റൊരു തരത്തിൽ ആവിഷ്കരിക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്ന കർമ്മം നിങ്ങളുടെ ഫലമാണ് എന്നും
ഈ കർമ്മത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ഒരാൾക്കും കഴിയുകയില്ല എന്നും അധ്യാത്മരാമായണത്തിന്റെ 1-ാം സർഗത്തിൽ അതിന്റെ മൂലഗ്രന്ഥകാരനും ഭംഗിയായ തർജ്ജമയിലൂടെ എഴുത്തച്ഛനും ആവിഷ്കരിച്ചു കഴിഞ്ഞു. ഇനി മുതൽ രാമൻ ഒരു മനുഷ്യനല്ല, ഇനി മുതൽ രാമൻ ഒരു കഥാപാത്രമല്ല. രാമൻ ചെയ്യുന്നതെല്ലാം മായ രാമനെ കൊണ്ട് ചെയ്യിക്കുകയാണ്. പ്രകൃതി പുരുഷനെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. അത് പൂർവ്വനിശ്ചിതമാണ്, അത് കർമാനുസാരിയാണ്. രാമന് കർമ്മത്തെ നിഷേധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് രാമന് കാട്ടിലേക്ക് പോയേ പറ്റൂ. അതുകൊണ്ട് രാമന് സീത മായാമൃഗത്തെ തേടണം എന്ന് പറയുമ്പോൾ പോയേ പറ്റൂ. അതുകൊണ്ട് രാമന് ഈ കടല് കടന്നേ പറ്റൂ. അതുകൊണ്ട് രാമന് രാവണനെ കൊന്നേ പറ്റൂ. അതുകൊണ്ട് രാമന് സീതയെ ഉപേക്ഷിച്ചേ പറ്റൂ. കാരണം ഇതൊക്കെ പൂർവ്വനിശ്ചിതമാണ്, ഇതൊക്കെ കർമ്മബദ്ധമാണ്. കർമ്മപാശത്താൽ കെട്ടപ്പെട്ട, മായയാൽ കെട്ടപ്പെട്ട ഒന്നാണ് രാമനും എന്ന് നാം തിരിച്ചറിയുന്നത് ഇങ്ങനെ 3 വിധത്തിലുള്ള ആകാശത്തിൽ ഈ പ്രതിബിംബ ആകാശത്തെ മാത്രം കണ്ടു ശീലിക്കുന്നത് പോലെ രാമൻ എന്ന പരമസത്യം ഇതൊക്കെ മായയാൽ ചെയ്യുകയാണ് എന്ന യാഥാർത്ഥ്യം അറിയാതെയാണ് എന്ന് 1-ാം സർഗം ബോധ്യപ്പെടുത്തുകയും ചെയ്തു. പറഞ്ഞു വന്നത് അധ്യാത്മരാമായണം മൂലഗ്രന്ഥത്തിന്റെ ബാലകാണ്ഡത്തിലെ ആദ്യ സർഗം പിന്നീട് അധ്യാത്മരാമായണം വായിക്കുന്നവർക്ക് ഈ കഥാസന്ദർഭത്തെയും കഥാഘടനയെയും ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായ അദ്വൈത ദർശനത്തിന്റെ വെളിച്ചത്തിൽ ഉരുക്കഴിക്കാനുള്ള പരിശീലനം നൽകുകയാണ്. ഇനി നമുക്ക് തുടങ്ങാം. 2-ാം സർഗമാകുമ്പോഴേക്ക് കഥയിലേക്ക് വരും. പാർവതി ചോദിക്കുന്നു, മംഗലാത്മാവേ മമ ഭർത്താവേ ജഗൽപദേ ഗംഗാകാമുക. ആ ഗംഗാകാമുക എന്ന വിളി എഴുത്തച്ഛൻ മനഃപൂർവ്വം ഉപയോഗിച്ചതാണ് എന്നും അല്ല എന്നും 2 വാദങ്ങളുണ്ട്. കാരണം ഭാര്യ ഭർത്താവിനെയാണല്ലോ ഗംഗാകാമുക എന്ന് വിളിക്കുന്നത്. അത് കൽമഷം ഇല്ലാത്തത് കൊണ്ടാണ് അത്തരം ഒരാൾക്ക് ഇങ്ങനെ വിളിക്കാൻ പറ്റും. സ്വന്തം ഭർത്താവ് മറ്റൊരാളുടെ കാമുകനാണ് എന്ന് പറയണമെങ്കിൽ മനസ്സിലൊന്നും ഇല്ലാതിരിക്കണം. അങ്ങനെ ആവാം എന്നുണ്ട്. അതൊരു സ്ഖലിതമാണ്, ശ്രദ്ധിക്കാതെ വന്നതാണ് എന്ന് 2 വാദമുണ്ട്. എന്തായാലും മൂലഗ്രന്ഥത്തിൽ അതില്ല. ജഗത് പ്രഭു എന്ന് മാത്രമേ ഉള്ളൂ. ജഗത് പ്രഭു എന്നുള്ളതിനെയാണ് മംഗലാത്മാവേ മമ ഭർത്താവേ ജഗൽപദേ ഗംഗാകാമുക പരമേശ്വര ദയാനിധേ പന്നക വിഭൂഷണ എന്ന് എഴുത്തച്ഛൻ ഇങ്ങനെ വർണ്ണിച്ച് വാഴ്ത്തി നീട്ടിപ്പിടിക്കുന്നത്. ഇത് ഈ കൃതിയിലുടനീളം കാണാം. കാരണം എഴുത്തച്ഛൻ ഇത് എഴുതുന്ന കാലത്ത് സൗത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ചും ഭക്തി പ്രസ്ഥാനം അതിന്റെ പാരമ്പര്യം നിൽക്കുകയാണ്. ഭക്തി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അമ്പലത്തിലേക്ക് പോകേണ്ടത് തന്നെയാണ്. നിങ്ങൾ എവിടെയും പോകണ്ട, വീട്ടിലിരുന്നാൽ മതി. യാഗം ചെയ്യേണ്ട, അമ്പലത്തിലേക്ക് പോകേണ്ടതില്ല, ആരാധന നിർവഹിക്കേണ്ടതില്ല. പകരം ദൈവനാമം ഉരുക്കഴിച്ചാൽ മതി. അത് ഏത് ആരാധനയോളം പ്രധാനപ്പെട്ടതാണ്, ഏത് ആരാധനയെക്കാളും ഗംഭീരമാണ് എന്ന് പറയും. മറ്റൊന്നായി കരുതിയിട്ടായാലും മതി എന്ന് വരെ പൂന്താനം പറയുന്നുണ്ട്. അതിന്റെ കഥയുണ്ട്. നാരായണ നാരായണ എന്ന് വിളിച്ചപ്പോൾ മകൻ നാരായണനാണ് വിളിച്ചതെങ്കിലും സാക്ഷാൽ നാരായണൻ പറഞ്ഞു. അപ്പോൾ ഭക്തിപ്രസ്ഥാനം ഒരു വലിയ ഈ ക്ഷേത്ര കേന്ദ്രിതമായ യാഗകേന്ദ്രിതമായ ഒരു വ്യവസ്ഥിതിക്ക് പകരം അവരവർക്ക് അവരവരുടെ ഇടങ്ങളിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കാനുള്ള ജനാധിപത്യപരമായ ഒരു അവകാശത്തിലേക്ക് വരികയും കൂടിയാണ്. അത് കടന്നിട്ടാണല്ലോ എഴുത്തച്ഛൻ വരുന്നത്. കമ്പനിലൊക്കെ എത്തി ആണ്ടാളിലൂടെ, കമ്പനിലൂടെ, ഔവയ്യാറിലൂടെ, കർണാടകത്തിലെ അക്ക മഹാദേവിയിലൂടെ ഒക്കെ കടന്നുകൊണ്ട് ഈ ഒരു വലിയ നാമജപ പ്രസ്ഥാനം, ഭക്തി പ്രസ്ഥാനം ഇങ്ങനെ കുലംകുത്തി ഒഴുകുകയാണ്. അതിൻ്റെ ഒരു നല്ല അനുരണനം എഴുത്തച്ഛനിലുണ്ട്. വിഖ്യാതമായ ഒരു വൈഷ്ണവ ടെക്സ്റ്റ് വിവർത്തനം ചെയ്യുമ്പോഴും സാധാരണക്കാരുടെ ഉള്ളിലേക്ക് ഭക്തിയെ കടത്തിവിടേണ്ടത് നാമജപത്തിലൂടെയാണ് എന്ന AD 8-ാം നൂറ്റാണ്ടിൽ കളപ്പുര രാജാക്കന്മാരുടെ കാലത്ത് തന്നെ തമിഴ്നാട്ടിൽ ആരംഭിച്ച ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ അലയൊലി എഴുത്തച്ഛൻ എന്ന മഹാകവിയിലുണ്ട്. അത് അദ്ദേഹം സമഗ്രമായി ഉപയോഗിക്കുന്നുമുണ്ട്. ഈ പാർവതി പറയുന്നു, രാമായണം അധ്യാത്മരാമായണം കേൾക്കുന്നതോടുകൂടി ചില ഗുണങ്ങൾ ഉണ്ടാവുന്നു. കിംക്ഷണന്മാർക്ക് വിദ്യയുണ്ടാകയില്ലല്ലോ. കിങ്കണന്മാര്, കിംക്ഷണന്മാര്, കിമൃണന്മാര്, കിംദേവന്മാര്, ഇങ്ങനെയുള്ള കിംക്ഷണൻ എന്ന് പറഞ്ഞാൽ ഇത്തിരി സമയമേ ഉള്ളൂ, ഇതുകൊണ്ട് എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നവരാണ്. കിങ്കണൻ എന്ന് പറയുന്നത് കുറച്ചല്ലേ ഉള്ളൂ. കണം എന്ന് പറഞ്ഞാൽ കുറച്ചല്ലേ ഉള്ളൂ, ഇതുകൊണ്ട് എന്താക്കും എന്ന് ചോദിക്കുന്നത്.
കിമൃണന്മാര്, ഋണം എന്ന് പറഞ്ഞ കടം, ഇത്തിരി കടമൊക്കെ ആയിക്കോട്ടെ, അതുകൊണ്ട് എന്താ എന്ന് ചോദിക്കുന്നത്. കിം ദേവൻ, കിം ദേവൻ എന്ന് പറഞ്ഞാൽ ദൈവം. എന്ത് ദൈവം? നമ്മളൊക്കെ ജീവിക്കുന്നത്, നമ്മൾ ഉണ്ടാക്കുന്നത്, നമ്മൾ ഇങ്ങനെയുള്ള 4 കൂട്ടരെയും ദൈവത്തിലേക്ക് എത്താനുള്ള 4 വഴി അടച്ചുകളയുന്നവരാണ്. ചതുർവിധ വചന്താമം ജനവും സുഹൃത്തിനർജുന ആർത്തോ ജിജ്ഞാസുരാർത്ഥാർത്ഥി ജ്ഞാനീ ജപരദർശക എന്ന് ഭഗവത്ഗീതയിൽ കാണാം. 4 തരം ആളുകളാണ് എന്നെ ആരാധിക്കുന്നത് എന്ന് ഭഗവാൻ പറയും. ആർത്തന്മാര്, ദുഃഖിതന്മാര്, ആർത്തോ ജിജ്ഞാസു അറിയാനാഗ്രഹമുള്ളവര്, അർത്ഥാർത്ഥി ധനം വേണ്ടവര്, ജ്ഞാനി അറിവുള്ളവര്. ഇതിൽ ജ്ഞാനികൾ ആചരിക്കുന്ന ദൈവസങ്കല്പമാണ് പരമമായ സങ്കല്പം. അതുകൊണ്ട് ജ്ഞാനികൾ ആചരിക്കുന്ന ദൈവസങ്കല്പത്തെ മറ്റുള്ളവരിലേക്ക് കൂടി കടത്തിവിടുകയാണ് ഭക്തിയുടെ ധർമ്മത്തിന്റെ ലക്ഷ്യം എന്ന് ആളുകൾ പറയും. ഇങ്ങനെ കിഞ്ചണന്മാർക്കും കിങ്കണന്മാർക്കും കിമ്രണന്മാർക്കും കിംദേവന്മാർക്കും ഇത്തിരി സമയമേ ഉള്ളൂ, അതുകൊണ്ട് ഒന്നും നടക്കില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നവർക്ക് ഇത്തിരി അല്ലേ ഉള്ളൂ, ഇതുകൊണ്ടെന്താവാനാ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകാമെന്ന് കരുതുന്നവർക്ക്, ഒരു ഇത്തിരി കടം ഉണ്ടായാലും കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെയൊക്കെ പോകാം എന്ന് കരുതുന്നവർക്ക്, എന്ത് ദൈവം എന്ത് വിശ്വാസി എന്ന് കരുതുന്നവർക്ക്, ഈ 4 പേർക്കും രക്ഷപ്പെടണമെങ്കിൽ ഈ കൃതിയല്ലാതെ, രാമനാമമല്ലാതെ മറ്റൊന്നില്ല എന്ന് വീണ്ടും ആവർത്തിച്ച് ഉറപ്പിച്ചുകൊണ്ട് കൃതി മുന്നോട്ട്. വ്യത്യാസം, വാൽമീകി രാമായണത്തിനകത്ത് ഇത്തരം യാതൊരു പ്രസ്താവനയും ഇല്ല, കാരണം അത് മനുഷ്യൻ എന്ന രാമനെയാണ്. കമ്പരാമായണമാകട്ടെ തിരുവവതാര പടലം എന്നുള്ള പേരിൽ രാമന്റെ അവതാരത്തെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. പക്ഷെ അവിടെയും ഇങ്ങനെ ആവർത്തിച്ച് അദ്വൈത സിദ്ധാന്തം, മായാ സിദ്ധാന്തം, കർമ്മ സിദ്ധാന്തം ഉറപ്പിച്ച് അതിനു മേലെ രാമകഥ പ്രതിഷ്ഠിക്കുന്ന പതിവില്ല. അധ്യാത്മരാമായണം പൂർണ്ണമായി ശ്രമിക്കുന്നത് ഈ തത്വശാസ്ത്ര അനുസാരിയായ ഒരു അടിപ്പടവിൽ രാമായണ കഥയെ നിർമ്മിക്കാം. വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ, നാം കേട്ട രാമായണ കഥയെ ഭക്തി എന്ന കണ്ണിലൂടെ പുനർദർശിക്കുകയാണ് അധ്യാത്മരാമായണം ചെയ്യുന്നത്. നമ്മൾ കഥയിലേക്ക് നോക്കും. ഭൂമിദേവി ബ്രഹ്മാവിനോട് ചെന്ന് സങ്കടം പറയുന്നു. അസുരന്മാര്, പ്രത്യേകിച്ച് രാവണനെ പോലുള്ള അസുരന്മാര് ഭൂമിയിൽ വർദ്ധിച്ചിരിക്കുന്നതിനാൽ നമുക്ക് ഭൂമിക്ക് വലിയ ഭാരമായിരിക്കുന്നു, ഈ ഭാരം ഒഴിച്ചു കളയണം. നമ്മുടെ ടെക്സ്റ്റുകളിലൊക്കെ പൊതുവെ കാണുന്ന ഒരു തന്ത്രമാണ്. കൃഷ്ണകഥയിൽ നിന്നൊക്കെയാണ്. ഭൂമിദേവി ചെന്ന് ബ്രഹ്മാവിനോട് സങ്കടം പറയുന്നു. ആ സങ്കടം രസമാണ്. ഭൂമിദേവി പറയുന്നത്, പശുമാരണന്മാരുണ്ട്, പശുവിനെ കൊല്ലുന്ന ആളുകളുണ്ട് ഭൂമിയിൽ ഒരുപാട്. അതുകൊണ്ട് പാലില്ലാത്തത് കൊണ്ട് നെയ്യില്ല, നെയ്യില്ലാത്തത് കൊണ്ട് യാഗങ്ങൾ നടക്കുന്നില്ല. അതുകൊണ്ട് ഈ പശുമാരണന്മാരെ നല്ലൊരു പാഠം പഠിപ്പിക്കണം. ചരിത്രപരമായി പശുവും ഈ യാഗവും തമ്മിലുള്ളൊരു ബന്ധവും, പശു എങ്ങനെ നിലനിർത്തപ്പെടേണ്ട ഒരു മൃഗമായി തീരുന്നു, നിലനിർത്തപ്പെടേണ്ട ഒരു സാന്നിധ്യമായി തീരുന്നു എന്നുള്ളതിന്റെ പല മട്ടിലുള്ള വ്യാഖ്യാനങ്ങളിലൊന്ന് പശുവിന്റെ സാമ്പത്തിക മൂല്യം, അതിന്റെ വൈകാരിക മൂല്യം, അതിന്റെ മറ്റു തരത്തിലുള്ള മൂല്യം. ആ കൂട്ടത്തിൽ ഒന്നാണ് യാഗങ്ങൾ നിരന്തരമായി 6 മാസമൊക്കെ തീർച്ചയായി യാഗം നടക്കുന്ന ഒരു നാട്ടിൽ യാഗ തീയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ നെയ്യ് വേണം. ഈ നെയ്യ് എവിടെ നിന്നുണ്ടാവും? ഈ നെയ്യ് ഉണ്ടാവണമെങ്കിൽ പശു ഉണ്ടാവണം. അതുകൊണ്ട് പശുവിനെ പോറ്റുക എന്ന് പറയുന്നത് യാഗയജ്ഞ പ്രധാനമായ ഒരു സമുദായത്തിനകത്ത് ജീവിക്കുന്ന ആളുകളുടെ വലിയ ഉത്തരവാദിത്തമാണ്. ബ്രഹ്മാവിനോട് ഭൂമിയിലേക്കുള്ള പ്രാർത്ഥന. ബ്രഹ്മാവ് ദേവന്മാരെയും കൂട്ടി മഹാവിഷ്ണുവിന്റെ അടുത്തേക്ക് പോകുന്നു. അവിടെ വിഷ്ണുവിനെ കാണുന്നു. വിഷ്ണു താൻ ദശരഥപുത്രനായി ഭൂമിയിൽ ജനിക്കാം എന്ന് പറയുന്നു. ബ്രഹ്മാവ് വിഷ്ണുവിനെ സ്തുതിക്കുന്നു. ബ്രഹ്മാവ് പിന്നീട് ദേവന്മാരോട് വാനരന്മാരായി ഭൂമിയിൽ ജനിക്കാൻ പറയുന്നു. അങ്ങനെ വാനരന്മാരായി ജനിക്കുന്നു. ഈ 2ാം സർഗത്തിനകത്ത് എഴുത്തച്ഛൻ കാര്യമായ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. എന്താണോ അധ്യാത്മരാമായണം പറയുന്നത്, മൂലഗ്രന്ഥം പറയുന്നത്, അത് അതേപടി ഏറ്റക്കുറച്ചിലുകളൊന്നുമില്ലാതെ അദ്ദേഹം ആവിഷ്കരിച്ചു. 3ാം സർഗം രാമായണത്തിന്റെ ഡീറ്റെയിൽഡ് കഥയിലേക്ക് കടക്കുന്നു. പുത്രന്മാരുണ്ടാകാൻ എന്ത് ചെയ്യണമെന്ന് ദശരഥൻ വസിഷ്ഠനോട് ചോദിക്കുന്നു. ഇവിടെ വാൽമീകി രാമായണത്തിൽ നിന്ന് വിട്ടു. വാൽമീകി രാമായണത്തിലെ കഥയല്ല, വാൽമീകി രാമായണത്തിലെ പുത്രകാമേഷ്ടി യാഗത്തിലേക്കുള്ള വഴിയല്ല, അതിന്റെ വിശദമായ വഴിയല്ല. പകരം നേരിട്ട്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, വാൽമീകി രാമായണം രാമന് ചുറ്റുമുള്ള ആളുകളുടെ കൂടെ ഉപകഥയിലേക്ക് പോയപ്പോൾ അധ്യാത്മരാമായണം രാമൻ നിൽക്കാത്ത ഒരിടത്തും നിൽക്കുന്നില്ല. എവിടെയൊക്കെ രാമനുണ്ടോ അവിടത്തെ കഥ മാത്രമേ അധ്യാത്മരാമായണം പറയൂ. കാരണം അടിസ്ഥാനപരമായി അത് രാമൻ എന്ന പ്രകൃതി, രാമൻ എന്ന പരമപുരുഷന്റെ കഥയാണ്. വസിഷ്ഠൻ ഉത്തരം പറയുന്നു. ആ കൂട്ടത്തില് എഴുത്തച്ഛൻ എഴുതുന്നു,
ഭൂലോകപതി യാഗം ദീക്ഷിച്ചാൻ അതുകാലം അശ്വമേധാനന്തരം താപസന്മാരുമായി. ഇത് വാൽമീകി രാമായണത്തെ അനുസരിച്ചുള്ളതാണ്. വാൽമീകി രാമായണത്തിൽ ആദ്യം അശ്വമേധ യാഗവും പിന്നീട് ഋഷ്യശൃംഗൻ പുത്രകാമേഷ്ടി യാഗവുമാണ് നടത്തുന്നത്. പക്ഷെ അധ്യാത്മരാമായണ സംസ്കൃത ഗ്രന്ഥത്തിൽ ഈ അശ്വമേധ യാഗത്തെ കുറിച്ചുള്ള പരാമർശമില്ല. അത് എഴുത്തച്ഛൻ കൂട്ടിച്ചേർത്തതാണ്. വാൽമീകി രാമായണ പരിചയത്തിൽ നിന്ന് അശ്വമേധ യാഗം കഴിഞ്ഞതിന് ശേഷമാണ് പുത്രകാമേഷ്ടി യാഗം കഴിഞ്ഞത് എന്ന എഴുത്തച്ഛന്റെ ജ്ഞാനമാണ് വിവർത്തനത്തിനകത്ത് ഈ ഒരു മാറ്റം വരുത്തിയത്. അങ്ങനെ ഋഷ്യശൃംഖല കൊണ്ടുവരുന്നു, അശ്വമേധ യാഗം നടത്തുന്നു എഴുത്തച്ഛന്റെ തർജ്ജമ അനുസരിച്ച്. അത് കഴിഞ്ഞ് പുത്രകാമേഷ്ടി യാഗം നടത്തുന്നു, പായസം പങ്കുവെക്കുന്നു. പായസം പങ്കുവെക്കുന്നതും വാൽമീകി രാമായണത്തിലുള്ളത് പോലെയല്ല. വാൽമീകി രാമായണത്തിൽ ഇവിടെ നിന്ന് പകുതി എടുത്ത് അവിടെ കൊടുക്കലും അവിടെ നിന്ന് പകുതി എടുത്ത് ഇവിടെ കൊടുക്കലൊന്നുമില്ല. ആദ്യം പകുതി കൊടുത്തു, പിന്നെ അതിനെ ഭാഗിച്ച് മറ്റുള്ളവർക്ക് കൊടുത്തു. പക്ഷെ അധ്യാത്മ രാമായണം അത് അന്നേരം സുമിത്രയ്ക്ക് കൗസല്യാദേവിദാനും തന്നോട് പാതി കൊടുത്തിടാൻ മടിയാതെ എന്ന് അവിടെ ഒരു നാടകീയത കൊണ്ടുവന്നിട്ടുണ്ട്. ആ നാടകീയതയാണ് ഇന്ന് നമ്മുടെ മനസ്സിലുള്ള രാമായണ കഥ. ഞാൻ പുറത്ത് പറഞ്ഞല്ലോ, രാമായണത്തിൽ ഇങ്ങനെ കൂട്ടിച്ചേർക്കലുകൾ വരുമ്പോൾ നമ്മൾ മൂലകഥയിൽ നിന്ന് പലപ്പോഴും അകന്നു പോവുകയും പിന്നീടുണ്ടായ ഏറ്റവും നാടകീയമായ ഒരു കഥയെ ഇതുമായി ചേർത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഒറിജിനൽ അധ്യാത്മരാമായണം മൂലഗ്രന്ഥത്തിനകത്ത് ഗർഭവും ധരിച്ചത് മൂവരും അതുകാലം സർവാ സ്ത്രീയോ ഗർഭസമന്വിത എന്ന് അവസാനിച്ചെടുത്തതെന്ന് എഴുത്തച്ഛനൊരു 13 വരി കൂട്ടിച്ചേർത്തു. അത് ഗർഭരക്ഷയാണ്. അതൊരു പക്ഷേ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമൂഹത്തിനകത്ത് ഗർഭം ധരിച്ചു എന്ന് പറഞ്ഞാൽ പോരാ, ഗർഭകാലത്ത് എന്തൊക്കെ രക്ഷ ചെയ്തു എന്നുള്ളത് കൂടി പ്രധാനമാണ് എന്നുള്ളത് കൊണ്ടായിരിക്കാം. അപ്പോഴേ തുടങ്ങി ചോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിയാൽ ഗർഭരക്ഷാർത്ഥം ജപഹോമാദി കർമ്മങ്ങളും ഉൽപ്പലാക്ഷികൾക്ക് അനുവാസനം ക്രമത്താലെ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വന്നു തുടങ്ങി ഗർഭരക്ഷ ചെയ്യുന്ന ഒരു 13 വരി മൂലഗ്രന്ഥത്തിൽ ഇല്ലാത്തത്. കാമാന്ത ദാനങ്ങളും ചെയ്തതു നരവരൻ വരെ എഴുത്തച്ഛൻ കൂട്ടിച്ചത്. ഇനി ശ്രീരാമ അവതാരം. ഗർഭവും പരിപൂർണമായി ചമഞ്ഞത് കാലം അർഭകന്മാരും 4 പിറന്നു. മൂലഗ്രന്ഥത്തിൽ ഉച്ചസ്ഥേ ഗ്രഹ പഞ്ചകേ എന്ന് മാത്രമാണ്. മധുമാസേ സിതേ പക്ഷേ നവമ്യാം കർക്കടേ ശുഭേ പുനർവസ്യ സഹിതേ ഉച്ചസ്ഥേ ഗ്രഹ പഞ്ചകേ. 5 ഗ്രഹങ്ങൾ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന സമയത്ത്. പക്ഷെ എഴുത്തച്ഛൻ അദ്ദേഹത്തിന്റെ ജ്യോതിശാസ്ത്ര ജ്ഞാനം ആ വരികളിലേക്ക് കൊണ്ടുവരികയും ഈ 5 ഗ്രഹങ്ങളും എവിടെയാണ് നിൽക്കുന്നത് എന്ന് വിശദമായി പറയുകയും ചെയ്തു. നക്ഷത്രാധിപനോട് കൂടാതെ ബൃഹസ്പതി എന്ന് പറഞ്ഞ വ്യാഴം, ബൃഹസ്പതി കർക്കടകത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ. അർക്കനും സൂര്യൻ അത്യുച്ചസ്ഥൻ, ഉദയം കർക്കടകം, അർക്കജൻ ശനി തുലാത്തിലും, ഭാർഗവൻ ശുക്രൻ മീനത്തിലും, വക്രൻ ചൊവ്വ ഉച്ചസ്ഥനായി മകരം രാശി തന്നെ. അങ്ങനെ ശ്രീരാമന്റെ ജാതകം അധ്യാത്മരാമായണ മൂലഗ്രന്ഥത്തിൽ ഇല്ലാത്ത വിധത്തിൽ ഒരു ജ്യോതിഷിക്ക് ഗണിച്ചെടുക്കാവുന്ന തരത്തിൽ ശ്രീരാമചന്ദ്രന്റെ ജാതകം വാക്കുകൾ കൊണ്ട് മൂലഗ്രന്ഥത്തിൽ ഇല്ലാത്ത വിധത്തിൽ എഴുത്തച്ഛൻ വരച്ചു വെച്ചു. നിങ്ങൾ ജ്യോതിഷം അറിയാവുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഗണിച്ചെടുക്കാൻ കഴിയില്ല. സൂര്യൻ, ചൊവ്വ, വ്യാഴം, ശുക്രൻ, ശനി എന്നീ 5 ഗ്രഹങ്ങൾ യഥാക്രമം മേടം, മകരം, കർക്കടകം, മീനം, തുലാം എന്നീ 5 ലഗ്നങ്ങളിൽ നിൽക്കുമ്പോഴാണ് ശ്രീരാമൻ ജനിച്ചത് എന്ന് സംസ്കൃത മൂലഗ്രന്ഥത്തെ പരത്തി വിശദീകരിച്ച് ജ്യോതിശാസ്ത്രപരമായി കൂടുതൽ ശരിയാക്കി എഴുത്തച്ഛൻ വിവർത്തനം നിർവഹിച്ചു. ഈ സഹോദരങ്ങളെ കുറിച്ച് പറയുമ്പോൾ അധ എന്നേ കാണും. പിന്നീട് സുമിത്രയും പ്രസവിച്ചു, പിന്നീട് കൈകേയിയും പ്രസവിച്ചു എന്നേ കാണും. പക്ഷെ എഴുത്തച്ഛനത് കുറെ കൂടെ കൃത്യമായിട്ട് പെറ്റിത് കൈകേയിയും പുഷ്യനക്ഷത്രം കൊണ്ടേ പിറ്റന്നാൾ എന്ന് അധ എന്ന മൂലഗ്രന്ഥത്തിലെ പിന്നീട് എന്ന പരാമർശത്തെ പിറ്റേന്ന് എന്ന് കൃത്യ സമയ സൂചനയിലേക്കും വന്നു. തുടർന്ന് രാമവർണ്ണനെയാണ് മൂലഗ്രന്ഥത്തിൽ കാണാത്ത വിധത്തിൽ ശ്രീരാമനെ ആ സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം തുറക്കുന്ന ആ വരി ഇങ്ങനെ അങ്കോപാംഗം പാദാതികേശം കേശാദിപാദം എഴുത്തച്ഛൻ വർണ്ണിച്ചു വരുന്നു. തുടർന്ന് കൗസല്യ രാമനെ കാണുന്നു. രാമനെ കണ്ട്
മായാമയനായ വിഷ്ണു തനിക്ക് മകനായി പറഞ്ഞതിൽ അത്ഭുതപ്പെടുന്നു. കൗസല്യ രാമനെ സ്തുതിക്കുന്നു. അവിടെയൊക്കെ മൂലഗ്രന്ഥത്തിലെ അതേ സ്തുതി തന്നെ വളരെ വിശദമായി എഴുത്തച്ഛൻ തൻ്റെ കൃതിയിലേക്ക് കൊണ്ടുവന്നു. രാമൻ കൗസല്യയോട് തൻ്റെ തത്വം വിശദീകരിക്കുന്നു. അത് 1, 2, 3, 4, 5 ശ്ലോകങ്ങളെ 20 ഈരടികളിലേക്ക് എഴുത്തച്ഛൻ വിശദമായി എഴുതുകയും താനിങ്ങനെ കൗസല്യയുടെ മകനായി പിറന്ന പരമപുരുഷനാണ് എന്ന വസ്തുത രാമൻ വെളിപ്പെടുത്തുകയും ചെയ്തു. ദശരഥന്റെ സന്തോഷം, ജാതകർമ്മം, അവിടെയും പിറ്റന്നാൾ സഹോദരന്മാർ പിറന്നു എന്ന വസ്തുത എഴുത്തച്ഛൻ കൂട്ടിച്ചേർത്തിരിക്കുന്നു. നാമകരണം, വീണ്ടും മൂലത്തിലുള്ളതുപോലെ തന്നെ രാമവർണ്ണന. അങ്ങനെ കഴിഞ്ഞ് രാമവർണ്ണന കഴിഞ്ഞ് അല്പദശന ഇന്ദ്രനീല മണിപ്രഭം അങ്കണേ ലിംഗമാണം തം തർണകാനനു സർവത ദൃഷ്ട ദശരഥോ രാജ കൗസല്യ മൂന്നേ തഥ. ഇന്ദ്രനീല കല്ലിന്റെ കാന്തിയുള്ളവനും കുരുന്നുപല്ലുകൾ കാട്ടി പുഞ്ചിരി തൂകി പശുക്കുട്ടികളുടെ മുമ്പേ തർണകാൻ മുറ്റത്തെല്ലാം മൂടി നടക്കുന്നവനുമായ രാമനെ കണ്ട് ദശരഥയും കൗസല്യയും സന്തോഷിച്ചു എന്ന് മൂലഗ്രന്ഥം അവസാനിക്കുന്നിടത്തുനിന്ന് എഴുത്തച്ഛൻ ഒരു 4 വരി കൂട്ടിച്ചേർക്കുന്നു. അതിങ്ങനെയാണ്: ഭർത്താവിന് അധിവാസമുണ്ടായ ഒരു അയോധ്യയിൽ പൊറ്റാൻമാൻ ഇനി താനും കളിച്ചു വിളങ്ങിനാൻ ഭൂതലത്തിങ്കലെല്ലാം അന്ന് തൊട്ട് അനുദിനം ഭൂതിയും വർദ്ധിച്ചത് ലോകവും ആനന്ദിച്ചു. പരമപുരുഷൻ ഒറ്റയ്ക്കല്ല, പരമപുരുഷൻ അവിടെ നിന്ന് വന്ന് അവതാരം എടുത്തതോടുകൂടി സാക്ഷാൽ ശ്രീമായയും അവിടെ നിന്ന് വന്ന് ഇവിടെ അവതാരം എടുത്തിരിക്കുന്നു എന്ന് മൂലഗ്രന്ഥത്തിൽ ഇല്ലാത്ത ഒരു പരാമർശം കൂട്ടിച്ചേർത്ത് വഴി ആ കഥയ്ക്ക് എഴുത്തച്ഛൻ കുറച്ച് വീട്ടിലുണ്ട്. ഇവിടെ ഒരു എഴുത്തച്ഛൻ പ്രധാനപ്പെട്ട ഒരു സ്വാതന്ത്ര്യം എടുക്കുന്നു. ഇനി അധ്യാത്മരാമായണ മൂലഗ്രന്ഥത്തിൽ രാമന്റെ ബാലലീലകൾ, അത് ഏതാണ്ട് കൃഷ്ണന്റെ ബാലലീലകളെ അനുകരിച്ചുകൊണ്ട് എഴുതിയത്. മുറി പൊട്ടിക്കുന്നു, പാലും തൈരും താഴേക്ക് വീഴുന്നു, കൂട്ടുകാർക്ക് വെണ്ണകട്ട് കൊടുക്കുന്നു. പക്ഷെ വെണ്ണകട്ട ഈ കണ്ണൻ, വെണ്ണകട്ട മാധവ സങ്കല്പം മലയാളിയുടെ ഉള്ളിൽ വളരെ തീവ്രമാണ്. അതുകൊണ്ട് അത് രാമനിലേക്ക് അപ്ലൈ ചെയ്താൽ അത് നിലനിൽക്കുമോ എന്ന് ശങ്കയുള്ളത് കൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സൗത്ത് ഇന്ത്യൻ പാഠത്തിൽ ഒരുപക്ഷെ അത് ഇല്ലാത്തത് കൊണ്ടായിരിക്കണം രാമന്റെ ബാലലീലകൾ ഉടനീളം എഴുത്തച്ഛൻ ഉപേക്ഷിച്ചു കളഞ്ഞു. ദശരഥൻ ഭക്ഷണം കഴിക്കാൻ രാമനെ വിളിക്കുന്നത്, രാമൻ കളിയിൽ മുഴുകിയിരിക്കുന്നതിനാൽ പോവാത്തത്, കൂട്ടിക്കൊണ്ടുവരൂ എന്ന് കൗസല്യയോട് പറയുന്നത്, കൗസല്യ പോയി പിടിച്ചു വലിച്ച് കൂട്ടിക്കൊണ്ടുവരുന്നത്, ചളിപുരയുടെ കയ്യുമായി വന്ന് രാമൻ കൈഞ്ഞിട്ടുന്നത്, ദശരഥൻ ഉരുള വെച്ച് കൊടുക്കുന്നത്, ആ ഉരുളയുമായി അപ്പോൾ തന്നെ ഓടിപ്പോയി രാമൻ കളിക്കുന്നത്, അമ്മയെ എനിക്ക് ഭക്ഷണം തരൂ എന്ന് വിശന്ന് കരഞ്ഞ് പറയുന്നത്, മുറിയിലുള്ള പാലും തൈരും പൊട്ടിച്ച് നിലത്ത് തൂങ്ങിക്കളയുന്നത്, കൂട്ടുകാർക്ക് പാലും തൈരും മോഷ്ടിച്ചു കൊടുക്കുന്നത്, പിന്നെ മാതാവ് രാമനെ ഗാഠഗാഠം ഉണർന്നും താലോലിച്ചു നിൽക്കുന്നത്. ഇങ്ങനെ കൃഷ്ണന്റെ കുട്ടിക്കാലത്തെ ഓർമ്മിപ്പിക്കുന്ന അധ്യാത്മരാമായണ മൂലഗ്രന്ഥത്തിലെ രാമന്റെ കുട്ടിക്കാലം മുഴുവൻ എഴുത്തച്ഛൻ ഉപേക്ഷിച്ചു. അത് എന്നിട്ട് രാമന്റെ നേരെ ചെന്ന് നിൽക്കുന്നത് രാമന്റെ വിദ്യാഭ്യാസ കാലത്തിലാണ്. സ്മൃതികളും ഉപസ്മൃതികളും ഒക്കെ പഠിപ്പിച്ചുകൊണ്ട് രാമനെ രാജകുമാരനാക്കി വളർത്തുന്ന ആ ഘട്ടത്തിലേക്ക് എഴുത്തച്ഛൻ കൊണ്ടുവന്ന് നിന്നു. പിന്നീട് മൂലഗ്രന്ഥത്തിലുള്ള രാമന്റെ മൃഗയാവിനോദം എഴുത്തച്ഛൻ അതേപടി ആവിഷ്കരിച്ചു. അവിടെ അധ്യാത്മരാമായണത്തിന്റെ 3-ാം സർഗം അവസാനിച്ചു. അധ്യാത്മരാമായണം 4-ാം സർഗം വിശ്വാമിത്ര ആഗമനത്തോട് തുടങ്ങി. പക്ഷെ അപ്പോഴേക്ക് വാൽമീകി രാമായണത്തിൽ വിശ്വാമിത്ര ആഗമനം എന്ന് പറഞ്ഞ 18-ാമത്തെ സർഗമാണ്. വാൽമീകി രാമായണത്തിലെ 18-ാമത്തെ സർഗം അധ്യാത്മരാമായണത്തിൽ എത്തുമ്പോൾ 3-ാമത്തെ സർഗമാണ്. അതിനിടയിലുള്ള ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ രാമൻ കടന്നു വരാത്ത, രാമന്റെ പ്രഭാവം വർണ്ണിക്കാത്ത മുഴുവൻ ഉപാഖ്യാനങ്ങളും മൂലഗ്രന്ഥകാരനും എഴുത്തച്ഛനും ഉപേക്ഷിച്ചു. വിശ്വാമിത്രൻ കടന്നു വരുന്നു. വിശ്വാമിത്രൻ രാമനെ ആവശ്യപ്പെടുന്നു. ആ ഭാഗം ത്വദിതാ യദ്ഗൃഹം യാന്തി തത്രൈവായാന്തി സമ്പ്രദ യഥർത്ഥമാഗതോ അസി ത്വം ബ്രൂഹി സത്യം കരോമി തത്ന ത്വം യഥർത്ഥം ആഗതഃ അസി
ബ്രൂഹി സത്യം തത് കരോമി. അങ്ങ് എന്തിനാണ് വന്നതെന്ന് പറഞ്ഞാലും സത്യമായും ഞാനത് നിറവേറ്റി തരും. ബ്രൂഹി സത്യം കരോമി തത്, സത്യമായി ഞാനത് നിറവേറ്റി. അത് എഴുത്തച്ഛൻ തർജ്ജമ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? എന്തൊന്ന് ചിന്തിച്ചെഴുന്നള്ളിയതെന്നും ഇപ്പോൾ നിന്തിരു വഴി അരുൾ ചെയ്യണം ദയാനിധേ. എന്നാലാകുന്നതെല്ലാം ചെയ്യുവാൻ ഞാൻ മടിയാതെ. തത് കരോമി എന്ന രണ്ട് വാക്കുകൾ, അത് ചെയ്യും എന്ന രണ്ട് പദം, എന്നാലാകുന്നതെല്ലാം ചെയ്യുവാൻ ഞാൻ മടിയാതെ എന്ന് നീട്ടി പരത്തി പറയുന്നിടത്ത് അത് കേവലം ശൈലീപരമായ ഒരു പരത്തൽ മാത്രമല്ല, അത് പിന്നീട് സത്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാതിരിക്കാൻ കഴിയുന്ന വിധത്തിൽ വാക്കുകൾ കൊണ്ട് ആ കഥാപാത്രത്തെ ഒന്ന് കൂട്ടിവെക്കുക കൂടിയാണ്. മൂലപാഠത്തെ വിസ്തരിക്കുക മാത്രമല്ല, മൂലപാഠത്തിനകത്ത് വിവർത്തകന്റെ ഒരു ഇടപെടൽ കൂടി നടക്കുന്നു എന്നർത്ഥം. ചൊന്നാലും പരമാർത്ഥം താമസ കുലമാണ്. വിശ്വാമിത്രൻ രാമനെ ചോദിക്കുന്നു. അവിടെ വാൽമീകി ഊനഷോഡശ വർഷവുമേ രാമോ രാജീവലോചന, 16 വയസ്സ് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് രാമനെ ഞാൻ അയക്കില്ല എന്ന് പറയുന്നു. രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ എന്ന് ദശരഥൻ പറഞ്ഞു. ആലോചിച്ചാലറിയാം, വാൽമീകി രാമായണത്തിൽ, അധ്യാത്മ രാമായണത്തിൽ പലരും രാമനെ പിരിഞ്ഞാൽ മരിക്കും എന്ന് പറയുന്നു. കൗസല്യം പറഞ്ഞിട്ടുണ്ട്, രാമൻ ഒരു നിമിഷം കാണാതിരുന്ന ഞാൻ മരിച്ചു. സീത 3 തവണയോ മറ്റോ പറയുന്നുണ്ട് രാമനില്ലെങ്കിൽ ഞാൻ മരിച്ചു. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, രാമൻ പിരിഞ്ഞിട്ട് അവരാരും മരിച്ചിട്ടില്ല. പക്ഷെ ദശരഥൻ പറഞ്ഞ സത്യമാണ്. രാമൻ പിരിഞ്ഞാൽ അരക്ഷണം പോലും ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് ദശരഥൻ പറഞ്ഞത് മാത്രമാണ് രാമായണം. മറ്റൊന്നും സത്യമല്ലെന്നോ മറ്റത് അങ്ങനെ ഇന്ന് എന്തെങ്കിലും പറയാൻ പേടിയാണ്. അല്ല, എല്ലാറ്റിനെയും വേറൊരു തലത്തിലേക്കാണോ എന്നൊക്കെ നാളെ സമാധാനം പറയുന്നത്. ഞാൻ വേറൊരു അർത്ഥത്തിലല്ല പറഞ്ഞത്. സീതക്ക് രാമനോട് ഇഷ്ടമില്ല എന്നൊന്നുമില്ല. പക്ഷെ അവരൊക്കെ പറഞ്ഞത് റെട്ടറിക്കായിരുന്നുണ്ട്, ഇത് യാഥാർത്ഥ്യമാണ്. സീത പറയുന്നുണ്ട് കാട്ടിലേക്ക് പോകുമ്പോൾ, അങ്ങയെ പിരിഞ്ഞ് എനിക്കൊരു നിമിഷം പോലും ഇരിക്കാൻ പറ്റില്ല, ഞാൻ ചത്തുപോകും എന്ന് പറയുന്നു. പക്ഷെ പിരിഞ്ഞ് 2 തവണ പിരിഞ്ഞിരുന്നു. ഒന്ന് ലങ്കയിലേക്ക് കൊണ്ടുപോയപ്പോൾ പിരിഞ്ഞു, പിന്നീട് രാമൻ കാട്ടിലേക്ക് വിട്ടപ്പോഴും പിരിഞ്ഞു. കാട്ടിലേക്ക് വിട്ടപ്പോഴാണ് സീതയ്ക്ക് ശരിക്കും ആ വാക്കിന്റെ അർത്ഥം മനസ്സിലായത്. രാമൻ പിരിഞ്ഞാൽ മരിക്കുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. ഖേദമുണ്ടോ സുന്ദരി എന്നോടും മുനീന്ദ്രന്റെ കാൽ താറ് പിന്തുടർന്നുകൊണ്ട് അവൾ രാമസ്ഥിതോ ഗച്ഛതി ചേന്ന ജീവാമി കഥഞ്ചന. രാമ തു ഇതാ ഗച്ഛതി ചേത് കഥഞ്ചന ന ജീവാമി. രാമൻ പിരിഞ്ഞാൽ ഞാൻ ഉണ്ടാവില്ല. എഴുത്ത് തർജ്ജമ ചെയ്യുന്നു, രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കുന്നു. ഇത് ഏതാണ്ട് വാൽമീകി രാമായണത്തെ അതേപടി പിന്തുടർന്നുകൊണ്ട് തന്നെയാണ് മൂലഗ്രന്ഥവും എഴുത്തച്ഛന്റെ വിവർത്തനവും മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഒരു വ്യത്യാസം, വാൽമീകി രാമായണത്തിനകത്ത് പിന്നീട് വിശ്വാമിത്രൻ ദശരഥനോട് നിങ്ങളിങ്ങനെ വിലപിക്കരുത്, നിങ്ങൾ എനിക്ക് വാക്ക് തന്നതാണ്, ഇല്ലെങ്കിൽ എനിക്ക് വേണ്ട, ഞാനിപ്പോൾ പോകും, നിങ്ങളുടെ തറവാട്ട് മഹിമയൊക്കെ ആളുകൾ കാണട്ടെ എന്നാണ് പറയുന്നതെങ്കിൽ അധ്യാത്മ രാമായണത്തിൽ അങ്ങനെയല്ല. വസിഷ്ഠൻ പ്രത്യക്ഷപ്പെടുകയും വസിഷ്ഠൻ രാമതത്വം ദശരഥനോട് പറയുകയും ചെയ്യും. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, അധ്യാത്മ രാമായണം വായിക്കുന്ന നമുക്ക് ഈ ചോദ്യം വരാം, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് എന്ത് നാടകീയതയുള്ളത്? ദശരഥനോട് വസിഷ്ഠൻ ചെന്നിട്ട് ഇത് രാമനാണ് കേട്ടോ, ഇയാൾ രാവണനെ കൊല്ലാൻ വന്നതാണ്, ഇയാൾ കുറെ കഴിഞ്ഞ കാട്ടിലേക്ക് പോയി, ഇയാൾ രാവണനെ കിട്ടുമ്പോൾ മുൻകൂട്ടി പറഞ്ഞ ഈ കഥയ്ക്ക് എന്ത് പ്രത്യേകതയുള്ളത്? അതുകൊണ്ടാണ് ഇത് തുടക്കത്തിൽ പറഞ്ഞത്, നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നത് നിങ്ങൾ മായയാൽ ആഭാസഭരിതമായ ഒരു തലത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അധ്യാത്മ രാമായണത്തിലെ 1ാമത്തെ ആ സർഗം അദ്വൈത ദർശനത്തെയും മായാവാദത്തെയും കർമ്മ സിദ്ധാന്തത്തെയും അരക്കിട്ടുറപ്പിച്ചത്. ഇല്ല, ഇവിടെ തീർന്നു, ഇനി അങ്ങോട്ട് വായിക്കണ്ടല്ലോ. ദശരഥനോട് എല്ലാം പറഞ്ഞു വസിഷ്ഠൻ. ഇപ്പോൾ ഇത് രാമനാണ്, മഹാവിഷ്ണുവിന്റെ അവതാരമാണ്, ഇയാള് രാവണനെ കൊല്ലാൻ വന്നതാണ്, ഇയാളുടെ ഭാര്യ സീതയെ ഭാര്യയും തട്ടിക്കൊണ്ടുപോയി, എന്നിട്ട് രാമൻ ലങ്കയിലേക്ക് പോകും, എന്നിട്ട് പുറകെ രാവണൻ പോകും, എന്നിട്ട് കൊല്ലും. ഇത് പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഈ ഒരു ചോദ്യം അധ്യാത്മ രാമായണം മുൻകൂട്ടി കാണുകയും പാഠത്തിനകത്ത് മായാവാദം, കർമ്മസിദ്ധാന്തം, അദ്വൈത ദർശനം എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കാർക്കും നമ്മുടെ കർമ്മങ്ങളിൽ നിന്ന് വിമോചനമില്ല എന്ന അദ്വൈത പാഠത്തെ ആവിഷ്കരിച്ചുകൊണ്ട് അതിനുമേലെ കഥാനിർണയം നടത്തുകയും ചെയ്തു.
ഞാൻ പറയുന്നതിന്റെ സാരമില്ലാന്ന്. വാൽമീകിക്ക് കഥ പറഞ്ഞാൽ മതിയായിരുന്നു. അധ്യാത്മരാമായണത്തിന് കഥയല്ല മുഖ്യം, തത്വശാസ്ത്രത്തെ കഥയിലൂടെ അവതരിപ്പിക്കുക. അവിടെ കഥ തേടി അധ്യാത്മരാമായണത്തിലേക്ക് വരരുത്. കഥ തേടിയോ കഥയുടെ പരിണാമങ്ങൾ തേടിയോ അധ്യാത്മരാമായണത്തിലേക്ക് വരരുത്. നിങ്ങൾക്ക് പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള, മൂലപ്രകൃതിയും മൂലപുരുഷനും തമ്മിലുള്ള, കാര്യവും കാരണവും തമ്മിലുള്ള, ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധത്തെ കഥയിലൂടെ മറ്റൊന്നായി പറയുന്നത് കാണാനും കേൾക്കാനും വേണ്ടിയുള്ള ഉപാധി മാത്രമാണ് അധ്യാത്മരാമായണം. അല്ലാത്തവർക്ക് കണ്ണശരാമായണം എടുത്ത് വായിച്ചു നോക്കാം. അത് വാൽമീകി രാമായണത്തിന്റെ കമ്പോട് തമ്മിലുള്ള തർജ്ജമ. വേറൊരു വാൽമീകി രാമായണം മലയാളത്തിലുണ്ട്, ആളുകൾ വേണ്ടത്ര വായിക്കാത്ത കേരളവർമ്മ രാമായണം. അതിന്റെ കോപ്പി തന്നെ ഇപ്പൊ കിട്ടാനില്ല. 1950 PK ബ്രദേഴ്സാണ് കോഴിക്കോട് അവസാനത്തെ കോപ്പി ഇറക്കിയത്. പൂർണ്ണമായിട്ട് ആലോചിക്കാവുന്ന 1950 എന്ന് പറയുമ്പോൾ എത്രയും 80 കൊല്ലം ബംഗാളിൽ. മനോഹരമായ പുസ്തകമാണ്, മനോഹരമാണ്. എഴുത്തച്ഛനാണോ എഴുതിയതെന്ന് തോന്നിപ്പിക്കും. എഴുത്തച്ഛന്റെ ഡിക്ഷൻ അതേപടി എടുത്തുകൊണ്ട് മനോഹരമായി വർണ്ണിച്ചു പോയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞതാണ്, വാൽമീകി രാമായണത്തിൽ കഥ തേടി പോകുന്ന നിങ്ങൾ അധ്യാത്മരാമായണത്തിലെ കഥയും നാടകീയതയും തേടി വരരുത്. കാരണം ഇത് തത്വശാസ്ത്രത്തെ, കഥ പേഴ്സോണിഫിക്കേഷൻ, തത്വശാസ്ത്രത്തെ പേഴ്സോണിഫൈ ചെയ്യുക, തത്വശാസ്ത്രത്തെ പ്രതിരൂപവൽക്കരിച്ച് എഴുതപ്പെടുന്നു. ഓക്കെ, അങ്ങനെ വസിഷ്ഠൻ തത്വം പറയുന്നു, എല്ലാം പറഞ്ഞു. ശേഷനാണ് ലക്ഷ്മണനായത് എന്നും ശംഖചക്രങ്ങളാണ് ഭാരതശത്രുഘ്നന്മാരായത് എന്നും മുഴുവൻ പറഞ്ഞു. അച്ഛനോടാണ് പറയുന്നത്. എന്റെ ഈ 4 മക്കളും, ഒന്ന് ശ്രീരാമനാണ്, മറ്റത് ആദിശേഷനാണ്, മറ്റത് ശംഖമാണ്, മറ്റത് ചക്രമാണ് എന്നിങ്ങനെ ഭഗവൻ സാന്നിധ്യമാണ് ഈ 4 സഹോദരന്മാരും എന്ന് വസിഷ്ഠൻ രാമതത്വം വെളിപ്പെടും. പിന്നെ ദശരഥന് പ്രശ്നമൊന്നുമില്ല. ദശരഥൻ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് അത് പ്രീതേന മനസ്സ, പ്രീതിയായ മനസ്സോടുകൂടി സന്തുഷ്ടനായ ദശരഥനും എന്ന് എഴുത്തച്ഛനാക്കുന്നു അയച്ചു. തുടർന്ന് ബല, അതിബല എന്നീ 2 വരങ്ങൾ അവർക്ക് ഉപദേശിക്കുന്നു. തുടർന്ന് അവര് താടക നിൽക്കുന്ന വനത്തിലേക്ക് പ്രവേശിക്കുന്നു. താടകാവനം പ്രാപിച്ചിടിനോൻ അനന്തരം ഗൂഢസ്മേരവും മൂന്നു പറഞ്ഞു വിശ്വാമിത്രൻ. രാഘവ സത്യപരാക്രമവാരിധേ രമ പോകുമാർ ഈ വഴി ആരുമേ ഇതു കാലം. കാടിത് കണ്ടായോ ഈ കാമരൂപിണിയായ താടക ഭയങ്കരി വാണിടും ദേശമല്ലോ. ഒറിജിനൽ ഇങ്ങനെയാണ്: അത്രാസ്തി താടക നാമ രാക്ഷസി കാമരൂപിണി ബാധതേ ലോകമഖിലം. ലോകത്തെ ബാധിച്ചു എന്നുള്ളതിനെയാണ് എഴുത്തച്ഛൻ അവളെ പേടിച്ചാലും നേർവഴി നടക്കില്ല. ബാധിച്ചപ്പോൾ നേരെ കൊണ്ടിരിക്കുന്നത്, മുന്നിലൊരു തടസ്സം വന്നാൽ വളഞ്ഞു പോകണം അല്ലേ? ലോകതേ ബാധതേ ലോകം, ലോകത്തെ ബാധിച്ചു, അതുകൊണ്ട് ലോകത്തിന് ഇന്ന് വളഞ്ഞ വഴിയെ പോകാൻ പറ്റും. അത് എന്ത് മനോഹരമായിട്ടാണ് എഴുത്തച്ഛൻ തടവിയെന്നറിയോ? അവളെ പേടിച്ചാലും നേർവഴി നടക്കില്ല എന്ന് വളഞ്ഞ് തന്നെ പോകണം. ബാധയുണ്ടായി. ബാധതേ ലോകമഖിലം ജഹി താമ വിചാരയൻ. ആ വിചാരയൻ താം ജഹി എന്നാണ്. ഒട്ടും മടിക്കാതെ അവളെ കൊണ്ടു കഴിയും. വിചാരമേ വേണ്ട, അവിചാരയൻ. ഒന്നും വിചാരിക്കണ്ട. രാമൻ ആദ്യം പെണ്ണാണെന്ന് വിചാരിച്ചിരുന്നു, പെണ്ണാണല്ലോ കൊല്ലണ്ട എന്ന് വിചാരിച്ചു. അവിചാരയൻ, ഒന്നും വിചാരിക്കാതെ. ആ അവിചാരയൻ എന്നുള്ളതിനെ വല്ലജാതിയും എന്നാണ് എഴുത്തച്ഛൻ തർജ്ജമ ചെയ്യുന്നത്. ഒന്നും ആലോചിക്കണ്ട എന്നുള്ളതിനെ വല്ലജാതിയും. കൊല്ലേണം അവളെ നീ വല്ലജാതിയും അതിനില്ലൊരു ദോഷം എന്ന് മാമുനി പറഞ്ഞപ്പോൾ തഥേതി എന്ന് ഒറിജിനൽ രാമൻ പറഞ്ഞു. തഥാതി, അങ്ങനെ തന്നെ ആവട്ടെ. തുടർന്ന് രാമൻ ചെറുഞാണൊലി കേട്ട്, രാമനൊരു ചെറുഞാണൊലി ഉണ്ടാക്കി. അത് കേട്ട് കോപിച്ച് നിശാചരി പെരികെ വേഗത്തോട് മടുത്തു ഭക്ഷിപ്പാനായി. ഈ ഭക്ഷിപ്പാനായി എന്നുള്ളത് എഴുത്തച്ഛന്റെ പറയുകയാണ്. ഒറിജിനൽ ഭക്ഷിക്കാനല്ല വരുന്നത്, രാമനെ കൊല്ലാൻ. തച്ഛ്രുത്വാ സഹമാന സാ താടക ഘോരരൂപിണി ക്രോധസമ്മൂർച്ഛിത രാമം അഭിദ്രുവ മേഘവത് എന്നാണ്. മേഘം പോലെ രാമന് നേരെ ഓടി വന്നു എന്നേ ഉള്ളൂ. എഴുത്തച്ഛൻ അതിനൊന്ന് പൊലിപ്പിച്ചു. എന്നിട്ട് രാമനെ ഭക്ഷിക്കാനായി അടുത്തു വരുന്ന രാക്ഷസ സ്ത്രീയായി താടകയെ മാറ്റി.
താടകെ രാമൻ രാമബാണം ചെയ്തു. പപാത വിപിനെ ഘോര വമന്തി രുധിരം ബഹു. ചോര വാർന്നുകൊണ്ട് താടക നിലത്ത് വീണു. എഴുത്തച്ഛൻ അത്രയും പറഞ്ഞാൽ മതിയാവില്ല. എഴുത്തച്ഛൻ ഒരു പടി കൂടി കടന്ന് മല ചിറകറ്റ് വീണതുപോലെ എന്ന് മൂലഗ്രന്ഥത്തിൽ ഇല്ലാത്ത ഒരു ഉപമ താടകയ്ക്ക് കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെ താടകാവധം കഴിഞ്ഞു. അതീവ സന്തുഷ്ടനായ മുനി രാമനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു, വാരി പുണർന്നു. ഈ ശ്ലോകം എഴുത്തച്ഛൻ ഉപേക്ഷിച്ചു പറഞ്ഞു. എന്നിട്ട് അസ്ത്ര ഉപദേശവും അസ്ത്ര സംഹാരോപദേശവും വിശദമായി വാൽമീകി രാമായണം പറഞ്ഞത് എഴുത്തച്ഛൻ രണ്ട് വരിയിൽ ഒതുക്കി. വിശ്വാമിത്രൻ രാമന് അസ്ത്രങ്ങൾ ഉപദേശിച്ചു എന്ന് മാത്രം പറഞ്ഞു. അസ്ത്രങ്ങൾ തിരിച്ചെടുക്കുന്നതിനെ കുറിച്ചുള്ള ഭാഗം വിവർത്തനത്തിൽ നിന്ന് ഒഴിവാണ്. നമ്മൾ 5-ാം സർഗത്തിലേക്ക് കടക്കുന്നു. കാമാശ്രമം കണ്ടുകൊണ്ട് അവിടെ നിന്ന് സിദ്ധാശ്രമത്തിലേക്ക് എത്തി രാമൻ യാഗരക്ഷ ചെയ്യുന്നു. സുബാഹുവും മാരീചനും അവിടെ എത്തുന്നവരൊക്കെ മൂലഗ്രന്ഥത്തെ അതേപടി എഴുത്തച്ഛൻ പിന്തുടർന്നിരിക്കുന്നു. വരുന്ന ഒരു വ്യത്യാസം, സുബാഹുവിനെ കൊന്നു, മാരീചനെ അസ്ത്രം ചെയ്ത് കടലിലേക്ക് ഇട്ടു. മാരീചൻ പിന്നീട് രാമഭക്തനായി. പിന്നീട് നിങ്ങൾക്കറിയാം, ശ്രീരാമൻ ഒരു ആവശ്യം വന്നപ്പോൾ മാരീചനെയാണ് സമീപിക്കുന്നത്. സീതയുടെ മുമ്പിൽ മാനായി പോകണമെന്ന്. മാരീചൻ പറഞ്ഞു, വിചാരിച്ച ആളല്ല, അത് മഹാവിഷ്ണുവിന്റെ അവതാരമാണ്, ഈ പരിപാടിക്ക് എന്നെ കിട്ടില്ല എന്ന് പറയുമ്പോൾ രാമൻ പറയുന്നുണ്ട്, ഇത് വിധിയാണെങ്കിൽ അദ്ദേഹം എന്നെ കൊല്ലാൻ ജനിച്ചയാളാണ്, അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രാണമേറ്റ് മരിക്കുക എന്നുള്ളത് എന്റെ നിശ്ചയമാണ്, അങ്ങ് അതിന് വേണ്ട സാഹചര്യം എനിക്ക് ഒരുക്കി തരണം എന്ന് അയോധ്യാകാന്ഡത്തിൽ നമ്മൾ വായിക്കും. ആ മാരീചൻ അവിടെ കടലിൽ പോയി വീണു എന്ന് മാത്രമേ മൂലഗ്രന്ഥത്തിലുള്ളൂ. പക്ഷെ എഴുത്തച്ഛൻ അവിടെ പിന്നെ മറ്റെങ്ങും ഒരു ശരണമില്ലാഞ്ഞ് അവൻ എന്നെ രക്ഷിക്കണമെന്ന് അഭയം മുക്കിയതിനാൽ ഭക്തവത്സലൻ അഭയം കൊടുത്തതു മൂലം ഭക്തനായി വന്നാൻ അന്ന് തുടങ്ങി മാരീചനും എന്ന് വാൽമീകി രാമായണത്തെ ആശ്രയിച്ചുകൊണ്ട് അത് ഒന്നുകൂടെ വിശദമാക്കി ഇതിനകത്ത് കേട്ടു. ഇനി ജനകന്റെ യജ്ഞത്തിനായി അവർ പോവുകയാണ്. അവിടെയും മൂലഗ്രന്ഥത്തെ അതേപടി പദാനുപദം എഴുത്തച്ഛൻ തർജ്ജമ ചെയ്ത് വെച്ചിരിക്കുന്നു. വേണമെങ്കിൽ 1-2 ഉദാഹരണങ്ങൾ വായിക്കാം. 11 ഭോജയിത്വാ സഹത് ഭ്രാത്ര രാമം പക്വഫലാദിഭിഃ പുരാണവാക്യേർ മധുരേർ നിനായ ദിവസത്രയം എന്നുള്ളത് 203 ദിനം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞ് രസിപ്പിച്ചു കൗശികർ അവരുമോ എന്ന് നേരെ ചോദ്യം. സ്ട്രെയിറ്റ് ഫോർവേഡ് തർജ്ജമയാണ് എല്ലായിടത്തും. മൂലഗ്രന്ഥത്തിൽ എന്താണോ ഏതാണ്ട് അതേ വാക്കുകൾ തന്നെ. പിന്നീട് കുഞ്ഞിക്കുട്ടതമ്പുരാൻ പറഞ്ഞതുപോലെ നമുക്ക് എഴുത്തച്ഛൻ എടുത്ത ഭാഷാക്രമം കണക്കെന്ന് പറയാൻ കാരണമാണ് സംസ്കൃതത്തിൽ നിന്ന് എടുക്കാവുന്നത് മുഴുവൻ എടുത്തു, അന്നുണ്ടായിരുന്ന തമിഴിനെ മുഴുവൻ ഉപേക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ ഭാഷയുടെ പുതിയ ക്രമവും കൂടി ഈ വിവർത്തനം നിശ്ചയിക്കുന്നുണ്ട്. അവിടെ ഗൗതമാശ്രമത്തിൽ പ്രവേശിക്കുന്നു, അഹല്യയുടെ പുരാവൃത്തം കേൾക്കുന്നു. ഇവിടെ അധ്യാത്മരാമായണം വാൽമീകി രാമായണത്തിൽ നിന്ന് വിഭിന്നമായി കമ്പരാമായണത്തെ ആശ്രയിക്കുന്നു. വാൽമീകി രാമായണത്തിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, അഹല്യ കല്ലാവുകയല്ല, പകരം അദൃശ്യയായി പോവുകയാണ്. ഒടിയേറ്റ് കാറ്റ് ഭക്ഷിച്ച് അദൃശ്യയായി നിൽക്കുന്ന അഹല്യയാണെങ്കിൽ ഇവിടെ കമ്പറാണ് ആദ്യമായിട്ട് അഹല്യയെ കല്ലാക്കുന്നത്. അത് അതേപടി അധ്യാത്മരാമായണം സ്വീകരിച്ചു. ഗൗതമനാരി ശ്രാവ് ബസ് ഉപലദേഹധരി ധീര എന്ന് രാമേന്ദ്ര മനസ്സത്തിൽ അഹല്യ കല്ല് തന്നെയാണ്. ഗൗതമ ശാപം കഴിഞ്ഞ് ഇവിടെ ഏതാണ്ട് മൂലഗ്രന്ഥത്തെ ശിലയാം ആശ്രമമേ മമ എന്നുള്ളതിനെ കല്ലായി തന്നെ എഴുത്തച്ഛൻ തർജ്ജമ ചെയ്തു. ആകെയുള്ള 1-2 വ്യത്യാസം. ഇന്ദ്രനെ യോനി ലംബടൻ എന്ന് വിളിക്കുന്ന ഒരു പദം, സ്ത്രീ അവയവങ്ങളിൽ താല്പര്യമുള്ളവൻ എന്ന് വിളിക്കുന്ന ദുരർത്ഥമുള്ള ഒരു പദം എഴുത്തച്ഛൻ പറ്റ ഒഴിവാക്കി. അത് ഇവിടെ മാത്രമല്ല, കുറെ കഴിഞ്ഞാൽ സീതയെ കുറിച്ച് പറയുന്നിടത്തോ വസ്ത്രങ്ങൾക്കിടയിൽ സീതയുടെ സ്തനങ്ങൾ തെളിഞ്ഞു എന്ന് പറയുന്ന മൂലഗ്രന്ഥത്തിലെ ഒരു പ്രയോഗവും എഴുത്തച്ഛൻ ഉപേക്ഷിച്ചു. അങ്ങനെ പരമമായയായ പരമസാത്വികയായ മൂലപ്രകൃതിയായ ഒരു കഥാപാത്രത്തേക്ക്, പരമപുരുഷനായ ഒരു കഥാപാത്രത്തെയും ആവിഷ്കരിക്കുന്നിടത്ത് കാമമോ കാമദ്യോതകമോ ആയ ഒരു പരാമർശവും, ഒരു
വാക്കും ഉപയോഗിക്കില്ല എന്നുള്ളത്, മൂലഗ്രന്ഥത്തിൽ ഉപയോഗിച്ചിട്ട് പോലും ഉപയോഗിക്കില്ല എന്നുള്ളത് എഴുത്തച്ഛന്റെ നിർബന്ധമാണ്. അഹല്യയ്ക്ക് ശാപമോക്ഷം നൽകുന്നു. പിന്നീട് അഹല്യാസ്തുതി, ഇന്ന് നമ്മൾ എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണത്തിൽ കാണുന്ന അഹല്യാസ്തുതി അതേ മട്ടിൽ, അതേ വിധത്തിൽ, അതേ ആവൃത്തിയിൽ, സാന്ദ്രതയിൽ മൂലഗ്രന്ഥത്തിൽ തന്നെയുള്ളതാണ്. മർത്യനായ അവതരിച്ചൊരു പുരുഷം ദേവം ചിത്തമോഹനം രമണീയതൈഹിനം രാമം മർത്യാവതാര മനുജാകൃതിയും ഹരി രാമാഭിധേയം രമണീയതൈഹിനം ധനുർധരം പത്മവിശാലലോചനം ഭജാമി നിത്യം ന പരാൻ ഭജിഷ്യതേ. അതേപടി മർത്യനായ അവതരിച്ചൊരു പുരുഷം ദൈവം ചിത്തമോഹനം രമണീയതൈഹിനം രാമം ശുദ്ധമത്ഭുത വീരം സുന്ദരം ധനുർധരം തത്വമദ്വയം സത്യസന്ധം അത്യന്തഹീനം നിത്യമവ്യയം വചിച്ചിടുമേ ഇനി നിത്യം ഭക്തീവ മറ്റാരെയും വചിച്ചിടുകയില്ല. ഭജാമി നിത്യം ന പരാൻ, മറ്റാരെയും വചിച്ചിടുന്നതല്ല എന്ന് യഥാർത്ഥത്തിൽ എന്താണോ എപ്പോഴാണെന്ന് ആലോചിക്കണം. നമ്മുടെ ഭാഷയ്ക്ക് പദസമ്പത്ത് ഇത്രമാത്രം ഇല്ലാതിരുന്ന ഒരു കാലത്ത്, അന്നത്തെ പാഠപുസ്തകത്തിൽപ്പെട്ട കൃതികൾ വായിച്ചു നോക്കിയാൽ അറിയാം, അവിടെയാണ് ഇന്ന് വായിക്കുമ്പോൾ ഇന്നലെ ഇരുന്ന് ആരോ എഴുതിയതാണ് എന്ന് തോന്നുന്ന വിധത്തിൽ സംസ്കൃതത്തിൽ നിന്ന് സ്വീകരിക്കാവുന്ന പദങ്ങൾ മാത്രം സ്വീകരിക്കുകയും തമിഴിൽ നിന്ന് നിലനിർത്താവുന്ന പദങ്ങൾ മാത്രം നിലനിർത്തുകയും ചെയ്തുകൊണ്ട് എഴുത്തച്ഛൻ ഈ ഒരു വലിയ സർക്കസ് ചെയ്യുന്നു. അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹത്തെ ഭാഷാ പിതാവ് എന്ന് നമ്മുടെ പ്രധാനപ്പെട്ട സാഹിത്യ നിരൂപകരെല്ലാം വിളിച്ചിരിക്കുന്നത്. പി ഗോവിന്ദപിള്ളയാണ് ആദ്യം അത് വിളിച്ചത്. പിന്നീട് അത് വില്യം ലോഗൻ അദ്ദേഹത്തിന്റെ മലബാർ ബാനിൽ എഴുതി വെച്ചു. ഏറ്റവും ആദ്യം ഇത് തുടങ്ങുന്നത് 1817 മലയാള ഭാഷയെക്കുറിച്ച് എഴുതിയ ഉപന്യാസത്തിൽ എല്ലീസാണ്. എഴുത്തച്ഛൻ എന്നുള്ള പദത്തെ അദ്ദേഹം സ്കൂൾ മാസ്റ്റർ എന്ന് തർജ്ജമ ചെയ്യുന്നുണ്ട്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ പേരെന്ത് എന്ന് പറഞ്ഞ് മനോഹരമായ ഒരു ലേഖനമുണ്ട് മലയാളത്തിൽ. അതിൽ 1930 വന്നൊരു ലേഖനമാണ്. ഇതിൽ വാദിക്കുന്നുണ്ട്, ഇന്ന് നമ്മൾ കാണുന്ന എഴുത്തച്ഛൻ എന്നുള്ള അച്ഛനുണ്ടല്ലോ, ചായയുടെ ചോട്ടിൽ ഛ, അതല്ല, ഇച്ഛയാണ് അച്ഛൻ. എഴുത്തച്ഛൻ എന്ന് പറഞ്ഞ സ്കൂൾ മാസ്റ്റർ ആണ്. അച്ഛൻ, അച്ഛൻ കെട്ടിനും അച്ഛൻ, തുഞ്ചത്തിൽ അച്ഛനും എന്ന് രാമകഥ പാട്ട് കാണാം. പക്ഷെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അത് എഴുത്തച്ഛൻ തന്നെയായിരിക്കും. എഴുത്തച്ഛൻ എന്ന് പറഞ്ഞാൽ ആശാൻ എന്നാണ്, സ്കൂൾ മാസ്റ്റർ എന്നാണ്. അത് ഈ പറഞ്ഞതുപോലെ ജാതിയൊന്നുമല്ല, അതൊക്കെ ജാതിയാണ് എന്ന് തോന്നുന്നത് പിൽക്കാലത്താണ്. ഞാൻ വിവാദത്തിലില്ല, ജാതിയാണെങ്കിലാവട്ടെ, എനിക്ക് യാതൊരു പ്രയാസമില്ല. പക്ഷെ എന്തൊരു തോന്നുന്നത് ജാതിയല്ല എന്നാണ്. ഇനി ചില വരികൾ വായിക്കാം. ദേവമേ എത്ര പുത്രാഭി സ്ഥിത അഭി സർവത. എഴുത്തച്ഛൻ അർത്ഥം ചെയ്യുന്നു, എത്ര പുത്രാഭി വസിച്ചിടും എല്ലാ നാളും എന്ന് പറഞ്ഞാൽ എടുക്കുന്നത് അങ്ങനെ ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത കഴിവാണ്. താൻ എടുക്കുന്നതൊക്കെ തനിക്ക് വാക്ക്, താൻ തൊടുക്കുന്നതൊക്കെ തന്റെ കൽപ്പന എന്ന് പറയുന്ന നിരങ്കുശം എന്ന് പറയുന്നത് യാതൊരു മുളയുമില്ലാതെ, യാതൊരു പേരുമില്ലാതെ, എടുക്കുന്നതൊക്കെ വാക്ക്, തൊടുക്കുന്നതൊക്കെ കൽപ്പന എന്ന് ഒരു മനുഷ്യൻ വിവർത്തനമാണ് എന്ന് തോന്നിപ്പിക്കാതെ. ഇപ്പോഴും എനിക്ക് തോന്നുന്ന പലരുടെയും ധാരണ ഇത് എഴുത്തച്ഛൻ സ്വന്തമായി എഴുതിയ കൃതിയാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ കേരളീയർ ഉണ്ട്. ഇത് സംസ്കൃതത്തിൽ നിന്ന് വിവർത്തനം ചെയ്തതാണ് എന്നും ഇത് പദാനുപത വിവർത്തനമാണ് എന്നും വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ ഈ വലിയ മനുഷ്യൻ ഒരു ഭാഷയുടെ ബാല്യാവസ്ഥയിൽ വലിയൊരു അത്ഭുതം കാണിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. അങ്ങനെയാണ് ഈ എത്ര പുത്രാഭി ഒക്കെ ഉണ്ടാകുന്നത്. അഹല്യ ഭർത്താവിന്റെ അടുത്തേക്ക് പോയി. വാൽമീകി രാമായണത്തിൽ പിന്നീട് അഹല്യയുടെ മകൻ ശതാനന്ദൻ ജനകന്റെ പുരോഹിതനായി നിൽക്കുന്നുണ്ട്. ശതാനന്ദൻ രാമനെ കണ്ട ഉടനെ നമസ്കരിക്കും. അമ്മയുടെ വീരദോഷം മൈത്രിയാണ്, അമ്മയ്ക്ക് അനുഗ്രഹം കൊടുത്തവരാണ്. എന്റെ അമ്മയ്ക്ക് സുഖമല്ലേ, അച്ഛനും അമ്മയും കൂടി ചേർന്നില്ലെന്നൊക്കെ ശതാനന്ദൻ, അതൊക്കെ എഴുത്തച്ഛൻ വിട്ടുകയാണ്. ശതാനന്ദനെയോ അങ്ങനെയുള്ള ആളുകളെയോ അങ്ങനെയുള്ള കഥകളെയോ ഒക്കെ വിട്ടു രാമന്റെ, ഞാൻ പെട്ടെന്ന് നിർത്താം, രാമന്റെ അത്ഭുത പ്രവൃത്തി മാത്രം ആലേഖനം ചെയ്തു. ഇവിടെ നമ്മൾ 6ാം സർഗത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇനി ഒരു സർഗം അടുത്ത തവണ കർത്തനം വരുമ്പോൾ നാടകം കഴിഞ്ഞു. 7 സർഗയാകുന്നു. 6ാം സർഗത്തിലെത്തി. 6ാം സർഗത്തിൽ എഴുത്തച്ഛൻ ചെയ്ത വലിയൊരു കാര്യം, അതിനൊരു തോണിക്കാരനുണ്ട് ഒറിജിനൽ അധ്യാത്മരാമായണത്തിൽ. ഇവരെ ഗംഗ കടക്കുമ്പോൾ തോണിക്കാരൻ രാമനോട് പറയുന്നുണ്ട്, രാമ കാലിലെ പൊടിയൊക്കെ തുടച്ചിട്ടേ വരാവൂ. കാരണം നീ നിന്റെ കാലിന്റെ പൊടി ഏതോ ഒരു കല്ലിൽ വീണെന്നോ ആ കല്ല് ഒരു മനുഷ്യ സ്ത്രീയായിരുന്നു ഇവിടെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. എനിക്കാകപ്പാടെ ഒരു തോണിയേ ഉള്ളൂ. നിന്റെ കാലിലെ ഈ പൊടി ഈ തോണിയിൽ വീണാല് ഇതും മനുഷ്യനായാൽ ഞാൻ തെറ്റിപ്പോകും. അത് അത്ര ചേരുന്ന ഒന്നല്ല അവിടെ.
അതിൽ കുറഞ്ഞ ഒരു ഫലിത രസമുണ്ട്. അതുവരെ പറഞ്ഞ രാമകഥയെ നിസ്സാരമാക്കുന്ന എന്തോന്നുണ്ട് എന്നറിയാവുന്നതുകൊണ്ട് 5 ശ്ലോകങ്ങളേ ഉള്ളൂ. ആ 5 ശ്ലോകം എടുത്ത് കളഞ്ഞു. പകരം വിശ്വാമിത്രോ അധതം പ്രാഹരാഘവം സഹ ലക്ഷ്മണം ഗച്ഛാമോ വത്സമിഥിലാം ജനകേഭി പാലിതാം. വിശ്വാമിത്രന് പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോട് ഇവണ്ണം ഉര ചെയ്താൻ. ആ വത്സ എന്നുള്ളത് ബാലകന്മാരെ നമുക്ക് തർജ്ജമിക്കുന്നു. അത് മാത്രം വെച്ചു. ജനകൻ സ്വീകരിക്കുന്നു. രാമലക്ഷ്മണന്മാരെ കുറിച്ച് ചോദിക്കുന്നു. രാമലക്ഷ്മണന്മാരെ കുറിച്ച് ചോദിക്കുമ്പോൾ വിശ്വാമിത്രൻ അവരെ പരിചയപ്പെടുത്തുന്നു. വില്ല് കാണാൻ ആഗ്രഹം കാണുന്നു. ഇവിടെയും വാൽമീകി രാമായണത്തിനകത്ത് ഇത് സ്വയംവരമല്ല, സീത മിണ്ടുന്നുണ്ട്. വാൽമീകി രാമായണത്തിനകത്തും സീത മിണ്ടുന്നില്ല, അധ്യാത്മ രാമായണത്തിനകത്തും സീത സംസാരിക്കുന്നില്ല. നിങ്ങൾ കമ്പരാമായണം വായിച്ച അത്ഭുതം തോന്നും. സീത ഇങ്ങനെ അവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. സീത രാമനെ നോക്കുന്നു. ഈ കാവൽമാടത്തിന്റെ മേലെ സീത ഇരിക്കുന്നു, രാമൻ താഴെ കൂടെ പോകുന്നു. മനോഹരമായൊരു കൽപ്പനയാണ്. ഇതിനെ മേലെ ഇരുത്തിയെന്ന് മനസ്സിലായി. സീത കന്യകയാണ്, പുരുഷന് നേരെ നോക്കാൻ പാടില്ല. മേലെ ഇരുന്ന താഴേക്ക് നോക്കാം, അതിന് നിങ്ങളുടെ സീറ്റ് വേണ്ട. മേലെ ഇരിക്കുന്ന ആൾക്ക് റോട്ടിൽ നോക്കാമല്ലോ. അങ്ങനെ റോട്ടിൽ നോക്കുമ്പോൾ രാമൻ പോകുന്നു. രാമനെ ആണെങ്കിൽ അവിടെയുള്ള സ്ത്രീകൾ നോക്കിയിട്ട് രാമനെ കാണുന്നില്ല. തോള് കണ്ടവർ തോളയെ കാണുന്നുള്ളൂ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ ശ്ലോകം, പാട്ട്. തോൾ കണ്ടാർ തോളയെ കണ്ടാർ, തോളയെ കണ്ടാർന്ന് തുടങ്ങുന്നു. താൾ കണ്ടാർ കാല് കണ്ടവർ കാലയെ കാണുന്നുള്ളൂ, അര കണ്ടവർ അരയെ കാണുന്നുള്ളൂ. ആരും അവനെ കണ്ടിട്ടില്ല. പക്ഷെ 2 പേര് മാത്രം കണ്ടു. അണ്ണലും നോക്കിനാൾ അവളും നോക്കിനാൾ എന്ന് കമ്പരാമായണത്തിൽ മനോഹരമായ പ്രയോഗമുണ്ട്. ഒറ്റ നോട്ടം അന്ന് മുതലായി ഫസ്റ്റ് സൈറ്റ് വന്നതാണ്. അതും കമ്പറും കൊണ്ടുവന്നതാണ്. ഇതൊക്കെ എവിടുന്ന് വന്നു നിങ്ങൾ കരുതിയിട്ടുണ്ടാവും. അണ്ണനും ഒന്ന് നോക്കി, അവളും ഒന്ന് നോക്കി. തുടർന്ന് സീതയും തോഴിമാരും സംസാരിക്കുന്നുണ്ട്. അവിടുത്തെ പെണ്ണുങ്ങളെല്ലാം രാമനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പെണ്ണുങ്ങൾ മൊത്തം സംസാരിക്കുന്നുണ്ട് കമ്പരാമായണത്തിൽ. കാരണം സൗത്ത് ഇന്ത്യയിൽ പെണ്ണുങ്ങൾ സംസാരിക്കുന്നതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ വാൽമീകി രാമായണത്തിൽ സീത മിണ്ടുന്നില്ല. അതിന്റെ സങ്കടമാണ്. വാൽമീകി രാമായണത്തിൽ സീത എന്തെങ്കിലും പറഞ്ഞു കേൾക്കണമെങ്കിൽ നിങ്ങൾക്ക് അയോധ്യാകാന്ഡം വരെ പോകേണ്ടി വരും. അതും രാമന്റെ അഭിഷേകം മുടങ്ങേണ്ടി വരും. അപ്പോഴും രാമൻ സീതയോട് പറയുന്നത്, ഞാനതിന്റെ ഒരു കണക്കെടുത്ത് വെച്ചിട്ട് പെട്ടെന്ന്, ദുഃഖമേവ സദാവന 1 എണ്ണിക്കളെ, ദുഃഖമതോ വനം 2, ദുഃഖമതോ വനം 3, ദുഃഖതരം വനം 3, ദുഃഖമതോ വനം 4, ദുഃഖമതോ വനം, ദുഃഖമതോ വനം, ദുഃഖതരം വനം, ദുഃഖമതോ വനം, ദുഃഖമതോ വനം, ദുഃഖതരം വനം, ദുഃഖമതോ വനം, ദുഃഖതരം വനം. ഒരു 18 തവണ രാമൻ സീതയോട് പറഞ്ഞ കാട്ടിലേക്ക് വരേണ്ട, കാട് ദുഃഖമാണ്. അവിടെയാണ് വാൽമീകി രാമായണത്തിലെ സീതയ്ക്ക് ദേഷ്യം. അവർ ചോദിച്ചത്, നിങ്ങളൊരാണാണ് എന്ന് കരുതിയിട്ടാണ് എൻ്റെ അച്ഛൻ നിങ്ങളുടെ കയ്യിലേക്ക് എൻ്റെ കൈ പിടിച്ച് ഏൽപ്പിച്ച് കൊടുത്തത്. അതങ്ങനെയല്ല എന്നാണ് ഞാൻ തിരിച്ചറിയേണ്ടത് സീത ചോദിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വാൽമീകി കമ്പരാമായണത്തിലും പിന്നീട് ഈ തുളസീദാസ രാമായണത്തിലെത്തുമ്പോൾ അവിടെ സീതയുടെ അഴിഞ്ഞ വാക്ക് തെറ്റിദ്ധരിക്കണം, നല്ല അർത്ഥത്തിൽ. വാക്കിന് പ്രശ്നമുണ്ടായത് മാറ്റിക്കും. അവിടെ സീതയുടെ ഉത്സവമാണ്. കാരണം സീതയുടെ പ്രണയത്തെയും സീതായന സ്ത്രീയെയും തുളസീദാസ രാമായണമാണ് ആഘോഷിക്കാൻ പറ്റുന്നത്. കമ്പരാമായണം അത് ആഘോഷിച്ചു. പക്ഷെ അധ്യാത്മ രാമായണത്തിലും സീത മിണ്ടുന്നു. സീതക്ക് അവിടെ കർത്തൃത്വ പദവിയില്ല. മാത്രമല്ല വേറെ 2 സ്ത്രീകളുണ്ടല്ലോ, ഇദ്ദേഹത്തിന്റെ അനുജന്റെ മക്കളാണെന്ന് പറയുന്നത്. അവരെ കുറിച്ചും അധ്യാത്മ രാമായണത്തിൽ പരാമർശങ്ങളൊന്നുമില്ല. അങ്ങനെ വില്ല് കാണാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. കമ്പരാമായണത്തിൽ 60,000 പേരാണ് വില്ലെടുത്ത് വരുന്നത്. വാൽമീകി അധ്യാത്മ രാമായണത്തിൽ 5,000 പേരാണ്. എഴുത്തച്ഛന്റെ രാമായണത്തിൽ 5,000 പേരാണ്. കണ്ണശൻ അത് സംഖ്യയിൽ അത് ചൊല്ലരുതാതുള്ള കിങ്കര സൈന്യം പറയാൻ പറ്റില്ല, അത്രയേറെ ആളുകൾ. ഗാർഷ്യ മാർക്കസ് ഒരിക്കലും എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവിശ്വസനീയമായ ഒരു കാര്യം പറഞ്ഞ് ധരിപ്പിക്കണമെങ്കിൽ അതിനോടൊരു എളുപ്പമില്ല, അതിനൊരു എണ്ണം കൊടുക്കില്ല. കുറെ പേര് വന്ന് എന്നെ തല്ലി എന്ന് പറയുന്നതിനേക്കാളും 9 പേര് എന്നെ തല്ലി എന്ന് പറഞ്ഞ ആളുകൾ വിശ്വസിക്കും. കാരണം അതൊരു ഇല്ലേ, നമ്മളതിനാണല്ലോ പറയാം 9 പേര് തല്ലി. ആ സദസ്സിൽ ഒട്ടേറെ പേരുണ്ടായിരുന്നു എന്ന് പറയുന്നത് 1312 പേരിരുന്നു എന്ന് പറയുന്നത് നമ്മൾ വ്യത്യാസമുണ്ട്. അത് ഇവർക്കൊക്കെ അറിയാം. കമ്പരാമായണത്തിൽ 60,000 പേര് ഈ വില്ലും വലിച്ചു വരുന്നു. എന്നാൽ നിങ്ങൾ തുളസീദാസ രാമായണത്തിൽ എത്തുമ്പോൾ വില്ല് വലിക്കുന്നുണ്ടോ? വില്ല് അവിടെ വെച്ചിട്ടുണ്ട്. കുറെ കാലമായി രാജാക്കന്മാർ വന്ന് വില്ല്, അതാണ് പിന്നീട് മിമിക്രിക്കാരെ അനുകരിച്ചു തുടങ്ങിയത്. കുറെ രാജാക്കന്മാർ കുറെ കാലമായി വന്ന് വില്ല് പൊക്കുന്നു, പറ്റുന്നില്ല, പോകുന്നു, പിന്നെയും വരുന്നു. ഇത് തുളസീദാസ രാമായണമാണ്. കമ്പരാമായണത്തിനകത്ത് വില്ല് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അധ്യാത്മ രാമായണത്തിലും വില്ല് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. 5,000 പേര് വില്ല് വലിച്ചുകൊണ്ടിരുന്നു. അവിടെ
അധ്യാത്മരാമായണം ഒറിജിനലിൽ ഇല്ലാത്ത ഒരു 6 പേര് എഴുത്തച്ഛൻ കൂട്ടിച്ചത്. അമ്പരക്കൊണ്ടാക്കുന്ന ഒരു 6 പേരിയാണ്. രാമൻ ചോദിക്കുന്നു വില്ല് കണ്ടിട്ട്. അദ്ദേഹം വില്ല് വെച്ചിട്ട് വില്ല് തൊടുക്കാൻ അമ്പ് തൊടുക്കാൻ പോകും. രാമൻ ചോദിക്കുന്നു, ചന്ദ്രശേഖരനുടെ പള്ളിയിൽ കണ്ട് രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ട് വന്നിച്ചില്ല. വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുകെന്നത് കേട്ട് ചൊല്ലിനാൽ വിശ്വാമിത്രൻ എല്ലാമാകുന്നത് ചെയ്താലും മടിക്കേണ്ട, കല്യാണം ഇതുമൂലം വന്നുകൂടുന്നു. ഗുരുവിന്റെ അനുവാദം ഉണ്ടായിട്ട് മതി അത് ചെയ്യുന്നത് എന്ന് എഴുത്തച്ഛന്റെ കവിചേതനം തീരുമാനിച്ചു. സംസ്കൃത മൂലത്തിൽ അതില്ല. നേരെ രാമനെടുത്ത് വില്ല് കൊലക്കുകയാണ്. അത് പോരാ, കാരണം ഗുരു അടുത്തിരിക്കുന്നുണ്ട്. സദ്ഗുരുനാഥൻ അനേകാന്തേവാസികളോടും ഉൾക്കുരുന്നെങ്കിൽ വാഴുക രാമനാമാചാര്യനും എന്ന് എഴുതിയ ഒരു വലിയ ഒരു പാരമ്പര്യത്തിന്റെ തുടർച്ചയായ ഒരാൾ ഗുരു അരികിൽ നിൽക്കുമ്പോൾ ഗുരു സമ്മതത്തോടു കൂടി ആവാം വില്ല് തൊടുക്കുന്നത് എന്ന് നിശ്ചയിക്കുന്നത് എഴുത്തച്ഛനിൽ കാണാം. വില്ലൊടിക്കുന്നു, കുലച്ച് വലിച്ച് ഉടൻ മുറിച്ചു ജിതശ്രമം ദക്ഷിണേന സപഞ്ഞ ഒടിച്ചു. വലത് കൈകൊണ്ട് വില്ലൊടിച്ചു. ജനം വിസ്മയപ്പെട്ടു. പാട്ടും കൂട്ടുമായി. അവിടെയും അധ്യാത്മരാമായണം പിശുക്കി, വാൽമീകി രാമായണവും പിശുക്കി, കമ്പനി സന്ദർഭത്തെ അങ്ങ് അഴിച്ചു. അവിടെയുള്ള ആളുകളും മുഴുവൻ നൃത്തം ചെയ്യുകയാണ്. അതിൽ നിന്നാണ് മൈഥിലി മയിൽപ്പേട പോലെ സന്തോഷം പൂണ്ടാൾ എന്ന പ്രയോഗം കണ്ണശ്ശനിലൂടെ എഴുത്തച്ഛനിലേക്ക് എത്തുന്നത്. യഥാർത്ഥത്തിൽ ഇത് കമ്പരാമായണത്തിലാണ്. വില്ലൊടിഞ്ഞ വാർത്ത കേട്ടപ്പോൾ കമ്പരാമായണത്തിലെ പെണ്ണുങ്ങളെല്ലാം അങ്ങോട്ട് നൃത്തം തുടങ്ങി. മയിലിനെ പോലെ കോഹി കോഹി എന്ന് മറ്റുമായിരുന്നു ആ വാക്ക്. ഭൂമിയെ വഹിച്ചു നിൽക്കുന്ന പാമ്പ് എന്നുള്ള പ്രയോഗത്തെ പാമ്പ് നടുങ്ങുന്നത് പോലെ, മിന്നലേറ്റ് നടുങ്ങുന്നത് പോലെ എന്നുള്ള കമ്പനെടുത്തു. അത് നേരെ കണ്ണശൻ എടുത്തു. കണ്ണശൻ പക്ഷെ ജനക്കൂട്ടത്തിന്റെ പ്രതികരണമായിട്ടല്ല, അത് സീതയുടെ പ്രതികരണമാക്കി വെച്ചു. എഴുത്തച്ഛൻ നേരെ കണ്ണശനിൽ നിന്ന് അത് സീതയുടെ പ്രതികരണമാക്കി വെച്ചു. നമ്മുടെ ഗവേഷകർ ഇപ്പോഴും കണ്ണശൻ വരിക പോരാ, നിങ്ങൾ കമ്പരാമായണത്തിലേക്ക് കൂടി പോകണം. ഒന്നുകൂടെ പറയാം, രാമായണ പഠിതാക്കൾ നിശ്ചയമായും വായിച്ചിരിക്കുന്ന 2 മനോഹരമായ രാമായണാഖ്യാനങ്ങളാണ്. ഒന്ന് കമ്പരാമായണവും ഒന്ന് തുളസീദാസ രാമായണം. രണ്ടും വായിച്ചാലേ ലിറ്ററേച്ചർ രാമകഥയെ എങ്ങനെ നോക്കിക്കണ്ടു എന്ന് പറയാനാണ്. അധ്യാത്മരാമായണത്തിനകത്ത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ലിറ്ററേച്ചർ ഇല്ല, ഭക്തി മാത്രം. അങ്ങനെ ജനകൻ, അമ്മമാര്, സീത അവരുടെ പ്രതികരണം. ദൂത് അയക്കുന്നു. ദശരഥൻ വരുന്നു. വിവാഹം നിശ്ചയിക്കുന്നു. അവിടെ എഴുത്തച്ഛൻ കുറെ ഭാഗം തർജ്ജമ ചെയ്യാതെ വിട്ടു. ഏതാണ്ട് ജനകന്റെ കൊട്ടാരത്തിൽ ദശരഥൻ സുഖമായി വസിച്ചു എന്ന് പറയുന്ന ശ്ലോകം. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, കാരണം വരന്റെ അച്ഛനാണ്, സുഖമായിട്ട് വസിക്കൂ എന്നൊരു ചുരുക്കത്തിൽ തോന്നിക്കാണും. ജനകൻ രഘുവിനെ ആനയിക്കുന്ന ഭാഗം, സ്വർണപീഠത്തിൽ ഇരുത്തുന്ന ഭാഗം, പുരോഹിതന്മാർ ഉപവിഷ്ടരാകുന്ന ഭാഗം, അത്രയും എഴുത്തച്ഛൻ മൂലഗ്രന്ഥത്തിൽ നിന്ന് വിവർത്തനം ചെയ്യാതെ ഉപേക്ഷിച്ചു കളഞ്ഞു. എന്നിട്ട് നേരിട്ട് ജനകൻ ദശരഥൻ തങ്ങളുടെ കയ്യും പിടിച്ച് അനുമോദത്തോടെ ഉല ചെയ്തത് മധുരമായി എന്ന് നേരെ വിവർത്തനത്തിലേക്ക് വന്നു. അവിടെ വിവർത്തനത്തിന്റെ ക്രമം തെറ്റിച്ചു, മനഃപൂർവ്വം തെറ്റിച്ചു. ഉദാഹരണത്തിന് ഈ നേരത്തെ പറഞ്ഞ സ്വർണപീഠത്തിൽ ഇരുത്തുന്ന പുരോഹിതന്മാർ ഉപവിഷ്ടരാകുന്ന ശുഭദിനത്തിൽ ആനയിക്കുന്നതൊക്കെ ഈ 4 കന്യകമാരുണ്ടെനിക്ക് കൊടുപ്പാനായി എന്ന് തുടങ്ങുന്ന ജനകവാക്യത്തിന് ഇടയിൽ അവിടെയായിട്ട് ഫിറ്റ് ചെയ്തു. അത് മൂലഗ്രന്ഥത്തിൽ നിന്ന് എഴുത്തച്ഛൻ സ്വമേധയാ ഒരു മാറ്റം വരുത്തി. അത് അവിടെയായി ഫിറ്റ് ചെയ്തു. ഒരുമാതിരി ഇന്നത്തെ സിനിമാറ്റിക് ഭാഷയിൽ പറഞ്ഞാൽ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുക തിരിച്ചു വരിക, ഫ്ലാഷ് ബാക്കിലേക്ക് പോവുക തിരിച്ചു വരിക എന്നുള്ളത് ഒരു സിനിമാറ്റിക് തന്ത്രം പോലെ ഒരു ആഖ്യാന തന്ത്രം ഉണ്ടാക്കി. ഇനി ജനകൻ നാരദൻ മുമ്പ് തന്നോട് സീതയെ കുറിച്ച് പറഞ്ഞ കഥ ആ സദസ്സിൽ വെച്ച് പ്രഖ്യാപിച്ചു. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, നിങ്ങളുടെ എല്ലാ ഭാവി കഥ അറിയാനുള്ള താല്പര്യം ഇതോടെ ഇല്ലാതാവും. ഇത് സീതയാണ്, ഇത് മഹാലക്ഷ്മിയാണ്,
ഇത് രാമനാണ്, ഇത് മഹാവിഷ്ണുവാണ്, ഇവർക്ക് ഇല്ലാതെ പോകും, ഇവര് ലങ്കയിലേക്ക് പോകും, ഇവര് യുദ്ധം ചെയ്യും. അങ്ങനെ എന്തൊക്കെ നാരദൻ അന്ന് പറഞ്ഞുവോ അത് മുഴുവൻ പറഞ്ഞു. നാരദൻ പ്രധാനപ്പെട്ട ഈ രാമചരിതമാനസം വായിക്കുമ്പോഴറിയാം, നാരദനാണ് ഈ പണി മുഴുവൻ ഉണ്ടാക്കുന്നത്. സീതയുടെ അടുത്ത് പോയി നാരദനാണ് പറയുന്നത് രാമനെ കുറിച്ച് ഈ രൂപം ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. നാരദൻ മുമ്പും ഇത്തരം പണികൾ ചെയ്തതായി വേറെ എല്ലാ കേസ് കെട്ടുകളിൽ നമുക്കറിയാം. പക്ഷെ നാരദൻ നമ്മുടെ കഥാപാത്രമായി വരുന്നില്ല, കമ്പരാമായണത്തിൽ വരുന്നുണ്ട്, രാമചരിത മാനസത്തിലും വരുന്നുണ്ട്. അങ്ങനെ നാരദൻ മുമ്പ് പറഞ്ഞ കഥ ദശരഥൻ വർണ്ണിക്കുന്നു. അവിടെയൊക്കെ ഏതാണ്ട് മൂലത്തെ അതേപടി അനുസരിക്കുകയാണ് എഴുത്തച്ഛൻ ചെയ്യുന്നത്. ഒരു സ്ഥലത്ത് നോക്കിക്കോളൂ, യോഗമായ അഭിസീതേതി ജാതാ വൈ തവ വേശ്മനി. ആ വേശ്മനി എന്നുള്ള പ്രയോഗം ഒരു എഴുത്തച്ഛൻ എടുത്തിട്ടുണ്ട്. ജാതയായത് തവ വേശ്മനി, വേശ്മനി നമ്മുടെ വീട്ടിൽ മാത്രം. യോഗമായ അഭിസീതേതി ജാതാ വൈ തവ വേശ്മനി, ജാതയായത് തവ വേശ്മനി തൽക്കാരണാൽ സാദരം ശ്രീരാമന് കൊടുക്ക മടിയാതെ എന്ന് പറഞ്ഞതിനെ അവളെ ജനകൻ ഇങ്ങനെ ഒരു ബീജശുദ്ധിയായി കൽപ്പിച്ചിരിക്കുകയാണ്. ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ജനകൻ ഏതോ വയലിൽ പോയിട്ട് ഉഴുതപ്പോഴാണ് സീതയെ കിട്ടിയതെന്ന്. വയലിലല്ല ഉഴുതത്, യജ്ഞസ്ഥലത്താണ്. അത് യജ്ഞത്തിന്റെ അനന്തരഫലമാണ്. യജ്ഞം കഴിഞ്ഞ ഇടം കലപ്പ ഉപയോഗിച്ചുകൊണ്ട് ഉഴണം. ആ കലപ്പച്ചാലിൽ നിന്നാണ് സീതയെ കിട്ടിയത്. ചില രാമായണ പുനരാഖ്യാനങ്ങളിലൊക്കെ രാവിലെ ജനകൻ എവിടെയോ കലപ്പയുമായിട്ട് പോയിട്ട് കൃഷിയും കഴിഞ്ഞ് ഉഴുതു വരുമ്പോൾ സീതയെ കിട്ടി എന്ന് കണ്ടിട്ടുണ്ട്. യജ്ഞഫലമാണ് മറ്റതും യജ്ഞഫലമാണ് രാമന്. ഈ കർമ്മസിദ്ധാന്തം മനസ്സിലാവുന്നുണ്ടല്ലോ. രാമനും യജ്ഞഫലമാണ്, സീതയും യജ്ഞഫലമാണ്. യജ്ഞം എപ്പോഴാണ് നടത്തുക? യജ്ഞം നടത്തുക ഏതെങ്കിലും ഒരു കാര്യം പൂർത്തിയാകാൻ വേണ്ടിയാണ്. ആ കാര്യമാണ് അധ്യാത്മരാമായണം പറയുന്ന ഈ രാവണ കണ്ടകന്മാര്. രാവണനൊക്കെ പ്രതീകം മാത്രമാണ് ഇതിനകത്ത്. രാവണ കണ്ടകന്മാരെ നിഗ്രഹിച്ചുകൊണ്ട് ധർമ്മം പുനഃസ്ഥാപിക്കുക എന്നുള്ളത് വളരെ പെട്ടെന്ന്. ഇവരുടെ ഒരു രസമുള്ള വാക്ക് കണ്ട് ഞാൻ, മൃത്യുശാസന ചാപം മുറിച്ചിടുന്ന പുമാൻ ഭർത്താവാകുന്നത് മൽപുത്രിക്കെന്നൊരു പണം. പണം എന്നുള്ള അർത്ഥത്തിൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പണം തന്നെയാണ്. വ്യവസ്ഥ, സത്യം എന്നുള്ള പദം 16-ാം നൂറ്റാണ്ടിൽ എഴുത്തച്ഛൻ പ്രയോഗിച്ചിരുന്നു എന്ന് കാണുന്നത് വലിയ സന്തോഷമാണ്. അവിടെ സീതയ്ക്ക് അനേകം ഉപഹാരങ്ങൾ കൊടുക്കുന്നു. രഥാനാമയുധം എഴുത്തച്ഛനൊക്കെ 10,000 പേര് എന്ന് സത്യം ചെയ്തിട്ടുണ്ട്. ദിനാരാണാം കോടിശതം. ദിനാർ മനസ്സിലായില്ല, ഇതാ നമ്മുടെ ദിനാറുണ്ട്. അത് സ്വർണ്ണനാണയം എന്നാണ് അർത്ഥം. സംസ്കൃതത്തിലുള്ള വാക്കാണ്. യുഎയിലെ നാണയം മറ്റാണ് ദിനാർ. ഒറിജിനലിൽ കാണാം. ദീനാരാണാം കോടിശതം എന്നർത്ഥം. 100 കോടി ദീനാറ് കൊടുത്തു. 100 കോടി ദീനാർ എങ്ങനെയാണ്? 100 കോടി സ്വർണ്ണ നാണയം കൊടുത്തു. അശ്വാനാം നിയുതം 10 ലക്ഷം കുതിര കൊടുത്തു. ഗജാനാം ഷഡ്ശതം 600 ആന കൊടുത്തു. പത്തീനാംതു 1,00,000 1 ലക്ഷം കായാൾപ്പട കൊടുത്തു. ദാസീനാന്തു 300 300 ദാസിമാർ കൊടുത്തു. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ കണക്ക്, ഇതൊരു കണക്കപ്പള്ളിയുടെ കണക്കാണല്ലോ. ഈ കണക്ക് അതേപടി വൃത്തം തെറ്റാതെ എഴുത്തച്ഛൻ തർജ്ജമ ചെയ്ത് വെച്ചിരിക്കുന്നു. ഇത്തം ഓരോന്നേ ചൊല്ലി സ്തുതിച്ചു ജനകനും ഭക്തി കൈ കൊണ്ട് കൊടുത്തിടിനാൻ മഹാധനം. കരികൾ 600 10,000 തീരും. ഒരു സ്ഥലത്തും തെറ്റില്ല. തുരകങ്ങളെയും നൽകിയിനാൻ 100,000. പത്തിയും 1,00,000 300 ദാസികളും. വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും മുറുകിലും. അതിനെ കൂടുതൽ കൂട്ടിച്ചേർക്കാം. എന്തായാലും ഇത്രയും കൊടുക്കുന്നത് അതിന്റെ കൂടെ കുറച്ച് വസ്ത്രവും രത്നവും കൂടെ കൊടുത്തു. അങ്ങനെ മൂലത്തെ അതേപടി ആ കണക്ക് പട്ടിക പോലും മലയാള ഭാഷയ്ക്കകത്ത് മുഴച്ചു നിൽക്കാതെ ഈ വലിയ മനുഷ്യൻ ഒരു 10-500 കൊല്ലം മുമ്പ് ഇങ്ങനെ വിവർത്തനം ചെയ്തു എന്നുള്ളത് രോമാഞ്ചത്തോടു കൂടിയല്ലാതെ നോക്കി നിൽക്കാനാവില്ല. അങ്ങനെ ദീനാറൊക്കെ കൊടുത്ത് അതിൽ ഇപ്പോൾ ചില വിഭാഗങ്ങളിൽ 1000 പണത്തിന് ഞാൻ മഹറായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയില്ല. അതുപോലെ ദീനാറൊക്കെ കൊടുത്ത് അങ്ങനെ സീതയെയും രാമന്റെയും കൂടെ പറഞ്ഞു. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ക്ഷമിക്കണം. അടുത്ത സർഗം എഴുതച്ച പദവി ഈ 5 അങ്ങനെയൊക്കെ പറയാമെന്ന് എനിക്ക് അറിഞ്ഞില്ല. അങ്ങനെ പറയുന്നതിൽ നിങ്ങൾ എനിക്ക് മാപ്പ് തരണം. നിങ്ങൾ തന്നെയാണോ പറയേണ്ടത് എന്ന് എനിക്ക് അറിഞ്ഞു. ഈ 6 സർഗങ്ങളിലും നമ്മളെ അമ്പരപ്പിക്കുന്ന കാവ്യചേതന കാഴ്ചവെച്ച എഴുത്തച്ഛൻ പരശുരാമൻ എന്ന കഥാപാത്രത്തെ ആവിഷ്കരിക്കുന്നിടത്ത്
എന്തോ മൂലത്തിലെ പരശുരാമന്റെ 10,000-ൽ പോലും അധ്യാത്മ രാമായണം എഴുത്തച്ഛന്റെ കൃതിയിലെ പരശുരാമനില്ല. വാൽമീകി രാമായണത്തിലെ പരശുരാമന്റെ 10,000-ൽ പോലും അധ്യാത്മ രാമായണത്തിലെ പരശുരാമനില്ല. കൈലാസമിവ ദുദർശം കാലാഗ്നിമിവ ദുസ്സഹം ജ്വലന്തമിവ തേജോഭ്യം ദുർനിരീക്ഷം പൃഥക്ജനൈ എന്നാണ് വാൽമീകി രാമായണം. നോക്കാൻ പോലും പറ്റില്ല. കൈലാസം പോലെയാണ്, കാലാഗ്നി പോലെയാണ്, ജ്വലിക്കുകയാണ്. അടുത്തു നിന്ന് നിൽക്കുന്ന ഒരാൾക്ക് നേരെ നോക്കാൻ പോലും പറ്റില്ല. വാൽമീകി രാമായണം പരശുരാമനെ അവതരിപ്പിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആദ്യം ഒടിമൂടി ഇരുട്ടായി, കാറ്റടിച്ചു, ഇരുട്ട് മാറി, അവിടെ ഒരു തേജോപുഞ്ചം പ്രത്യക്ഷപ്പെട്ടു. രോമാഞ്ചപ്പെട്ടു വായിച്ചാൽ. അധ്യാത്മ രാമായണം മൂലഗ്രന്ഥം വായിച്ചാലും പരശുരാമന്റെ ആ വരവ് നമ്മളെ അമ്പരപ്പിക്കും. മൃഗാ പ്രദക്ഷിണം യാന്തി പശ്യത്വം ശുഭസൂചക ഇത്യേവം വദത്തസ്ത്യ പവൗ ഘോര തരോമില എന്നൊക്കെ പറഞ്ഞ കോടി സൂര്യ പ്രതീകാശം വിദ്യുത് പുഞ്ച സമപ്രഭം നാം സംസ്കൃതത്തിൽ ഒറിജിനൽ അധ്യാത്മ രാമായണത്തിൽ കോടി സൂര്യ പ്രതീകാശം വിദ്യുത് പുഞ്ച സമപ്രദം തേജോരാശിം ഗതർശാധ ജാമതജ്ഞം പ്രതാപവാൻ. പൊടിവർഷത്താൽ എല്ലാവരുടെയും കണ്ണുകൾ കാഴ്ചയില്ലാതായി. അവിടെ നിന്ന് കാറ്റ് അടങ്ങിയപ്പോൾ മുമ്പിലൊരു തേജോപുഞ്ചം വന്നു നിൽക്കുന്നതായി കണ്ടു. അനന്തരം പ്രതാപിയായ ദശരഥൻ കോടി സൂര്യ തുല്യനും മിന്നൽ കൂട്ടത്തിന് തുല്യം പ്രഭയാർന്ന തേജോ രാശിയുമായ ജമദഗ്നിപുത്രനെ മുന്നിൽ കണ്ടു. നീലമേഘത്തിന് തുല്യനും ഉന്നതനും ജടാചൂടം കൊണ്ട് ശോഭിക്കുന്നവനും കയ്യിൽ വില്ലും പരശുവെന്തിയവനുമായ സാക്ഷാൽ അന്തക കാലന് തുല്യനായവനും കാർത്തവീരനെ വകവരുത്തിയവനും ഗർഭിഷ്ഠരായ ക്ഷത്രിയരെ മുടിച്ചവനും മറ്റൊരു അകാല മൃത്യുവിനെ പോലെ ശോഭിപ്പിക്കുന്നവനും ആയ തന്റെ മുന്നിലെത്തിയ പരശുരാമനെ കണ്ട് ദശരഥൻ വിളിച്ചു. ആരാലും വിളിച്ചു. മറ്റൊരു അകാല മൃത്യു. എന്തോ എഴുത്തച്ഛന് തർജ്ജമ ഇങ്ങനെയാണ്. നീലലോഹിത ശിഷ്യൻ, അത് വാൽമീകി രാമായണത്തിൽ എടുത്തതാണ്. ശിവന്റെ ശിഷ്യനാണ് എന്ന് പറയുന്നു. നീലലോഹിത ശിഷ്യൻ ബാധവാനല സമ്മൻ ക്രുദ്ധനായി പരശു ബാണാസനങ്ങളും കൊണ്ട് മറ്റിടത്ത് ഒരു വില്ലനെ അവതരിപ്പിക്കുന്ന നായകന് തുല്യനായ ഒരു വില്ലനെ അവതരിപ്പിക്കുമ്പോൾ വില്ലനും നായകന് തുല്യമാവുന്നത്. ശ്രീരാമന് തുല്യനായ ഒരു പരശുരാമനെയാണ് വാൽമീകി രാമായണവും അധ്യാത്മ രാമായണ മൂലഗ്രന്ഥവും കാഴ്ചവെച്ചതെങ്കിൽ ഈ ദുർബലമായ നീല നീരത നിപ നിർമ്മല വർണ്ണം എന്നൊക്കെ കേൾക്കുമ്പോൾ അത് സോഫ്റ്റ് ആയി സാധനം. നീല നീരത നിപ നിർമ്മല വർണ്ണത്തോട് കേൾക്കുമ്പോൾ തൊഴാനേ തോന്നുന്നു. മറ്റു പേടിയാണ് വരുന്നത്. ഭീതി നിർമ്മിക്കേണ്ട ഒരു എന്തുകൊണ്ടാണ് എട്ടച്ചന്റെ തർജ്ജമ വാളി എന്ന് പറയുന്നത് ഞാനാണല്ല. ഞാൻ നാളെ പറഞ്ഞ് എൻ്റെ അടുത്ത് കാര്യമില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടോ മൂലഗ്രന്ഥത്തിൽ വായിക്കുമ്പോണ്ടാകുന്ന രോമാഞ്ചം ഞാനത് വായിച്ചിട്ട് ഒറിജിനൽ വായിച്ചിട്ട് ശരിക്കും ഞെട്ടിയിട്ടുണ്ട്. എനിക്കത് കാണാൻ പറ്റുമായിരുന്നു. ആ ഇരുട്ടിൽ മഹാതേജപുഞ്ചമായ കണ്ണുകൾ ചുവന്നു തൊടുത്ത് ഇങ്ങനെ വന്നു നിൽക്കുന്ന ഒരു പരശുരാമൻ. ആ പരശുരാമനെ കണ്ട് പേടിച്ച് നിലവിളിക്കുന്നു, ഭീതിതമായി കരയുന്നു. എന്റെ മകനെ എനിക്ക് വിട്ടുതരണം എന്നാണ് ദശരഥൻ കരയുന്നത്. അവിടെ പങ്ക്തിരഥൻ ഭാർഗവരാമൻ തന്നെ പേർത്ത് വന്ദിച്ചു ഭക്തിയാ കീർത്തിച്ചവൻ പലതരം ദശരഥന്റെ അപേക്ഷ കാർത്തവീര്യാലെ പരിത്രാഹി മാം തപോനിതേ എല്ലാം മാം തപോനിതേ എന്ന് എഴുത്തച്ഛൻ തർജ്ജമ ചെയ്യുന്നത്. ഒറിജിനലിൽ അങ്ങനെയല്ല. ഒറിജിനൽ എന്താണെന്നറിയോ? പുത്രപ്രാണം പ്രയച്ഛമേന്ന്, എന്റെ മകന്റെ ജീവൻ രക്ഷിക്കണമേ എന്നാണ് ദശരഥൻ അധ്യാത്മ രാമായണ സംസ്കൃതത്തിൽ കരയുന്നത്. അത് എഴുത്തച്ഛനൊക്കെ പിടിച്ചിട്ടില്ല. രാമൻ എന്ന് പറയുന്നത് വലിയ പരമപുരുഷൻ അടുത്ത് നിൽക്കുമ്പോൾ അച്ഛൻ അങ്ങനെ കരയേണ്ടതില്ല എന്ന് എഴുത്തച്ഛൻ നിശ്ചയിക്കുകയും ആ പുത്രന്റെ പ്രാണൻ തിരിച്ചു തരണേ എന്ന ഒറിജിനലുള്ള പ്രാർത്ഥന എന്നെ രക്ഷിക്കണമേ, പരിപാലയ കുലം എന്ന് പറയുന്നുണ്ട്, എന്റെ കുലം രക്ഷിക്കണമേ എന്ന് മാത്രം ആക്കി. അപ്പൊ പരശുരാമൻ വന്നു. പരശുരാമൻ പറഞ്ഞു, ത്വം രാമ ഇത് നാമ, നീയാണോ രാമൻ എന്നുള്ള പേരുമായിട്ട് നടക്കുന്നത്? മേ ചരസി ക്ഷത്രിയാധമ, ക്ഷത്രിയാധവനായ നീയാണോ രാമൻ എന്നുള്ള പേരുമായിട്ട് ഭൂമിയിലേക്ക് നടക്കുന്നത്? ദ്വന്ദ്വയുദ്ധം പ്രയച്ചാസു, നമുക്ക് ദ്വന്ദ്വയുദ്ധം ചെയ്യാം. യതിത്വം ക്ഷത്രിയോസി വൈ പുരാണം ജർജനം ചാപം വങ്ത്വം കത്തസേ മുത, നീ എന്തോ ഒരു പഴയ വില്ല് പൊട്ടിച്ചു എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുന്നതായി കണ്ടിട്ടുണ്ട്. പുരാണം ജർജരം ചാപം, ഏതോ ഒരു പഴയ വില്ല് പൊട്ടിച്ചു എന്നും പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുന്ന രാമൻ നീയാണ്. അവിടെയും
എഴുത്തച്ഛന്റെ തർജ്ജമയിൽ അതല്ല പറഞ്ഞത്. പരശുരാമൻ എന്താണോ ഉദ്ദേശിച്ചത് അതല്ല എഴുത്തച്ഛനെ തർജ്ജമ ചെയ്യുന്നത്. അവിടെ ഇല്ലാത്തൊരു വരിയാണ്, ഞാനൊഴിഞ്ഞുണ്ടോ രാമൻ ഇത്രിപുരത്തിങ്കൽ എന്നാണ്. കാരണം രാമൻ ചോദിച്ചത് അതല്ല, ഞാനാണ് രാമൻ എന്നല്ല പറഞ്ഞത്. രണ്ട് വില്ലാണ് ലോകത്തുള്ളത്. ഒന്ന് ത്രിപുരാന്തക ഹേതുവായി നിർമ്മിക്കപ്പെട്ട ശൈവ ചാപം, വേറൊന്ന് വൈഷ്ണവ ചാപം. ശൈവ ചാപം നീ പൊട്ടിച്ചു, വൈഷ്ണവ ചാപം എന്റെ കയ്യിലുണ്ട്, ഇത് നിനക്ക് പൊട്ടിക്കാനാകുമോ എന്നാണ്. കാരണം ക്ഷത്രിയാന്തകനായി ഇനി ജീവിക്കില്ല എന്ന് നേരത്തെ വാക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്ഷത്രിയന്മാരെ കൊല്ലില്ല എന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ശ്രീരാമനുമായി പരശുരാമന്റെ ഈ നേർക്കുനേർ വരവ്, ഒരു പഴയ ചാപം പൊട്ടിച്ചത് അവിടെ നിൽക്കട്ടെ, അത് ഏത് കൊച്ചുകുഞ്ഞിനും പൊട്ടിക്കാം, അങ്ങനെ ഞാനും 4 പൊട്ടിക്കാം. എന്റെ കയ്യിൽ ഒരു ചാപമുണ്ട്, ഇത് നിനക്ക് പൊട്ടിക്കാൻ കഴിയുമോ എന്ന നേർക്ക് നേരെയുള്ള ക്ഷത്രിയന്മാർക്ക് പറഞ്ഞ വെല്ലുവിളിയാണ്. രണ്ടുപേരും ക്ഷത്രിയരാണല്ലോ. ഇത് അനുവദനീയമാണ്, ഇതിൽ വലിയ തെറ്റൊന്നുമില്ല. ദർപ്പം എന്നൊക്കെ പറയാം, ശ്രീരാമൻ അപ്പുറത്ത് നിൽക്കുന്നതുകൊണ്ട്. പക്ഷെ എഴുത്തച്ഛൻ അങ്ങനെയല്ല, അവിടെ അഹങ്കാരിയായ ഒരു പരശുരാമനെയാണ് കൊണ്ടുവന്ന് നിർത്തുന്നത്. ക്ഷത്രിയ കുലാന്തകൻ ഞാനെന്നത് അറിഞ്ഞില്ല എന്നുള്ളത് മൂലത്തിലില്ലാത്ത ഒരു വിധിയും എഴുത്തച്ഛൻ കൂട്ടിച്ചേർത്തു. ശത്രുത്വം നമ്മിൽ പണ്ടേ ഉണ്ട് എന്ന് ഓർക്കുന്നു. സോറി, ഞാൻ നേരത്തെ ക്ഷത്രിയനാണെന്ന് പറഞ്ഞു, അല്ല ബ്രാഹ്മണൻ. രേണുകാത്മജൻ ഏവം പറഞ്ഞോരനന്തരം ചോണിയും പാലമൊന്നു വിറച്ചു, ഗിരികളും അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു, ദിക്കുകളും സിന്ധുവാരി എന്നിട്ട് ചിലേശം വലിയിട്ടുണ്ട്. നേരത്തെ പരശുരാമൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അധ്യാത്മരാമായണം മൂലത്തിലുള്ള ആ വാക്യഭാഗം എഴുത്തച്ഛൻ ചേർക്കുന്നത് ഈ പരശുരാമൻ ശ്രീരാമനുമായി ഇങ്ങനെ പറഞ്ഞതിന് ശേഷമാണ്. വീണ്ടും അധ്യാത്മരാമായണത്തിലെ ഒറിജിനലിലെയും വാൽമീകി രാമായണത്തിലെ രാമൻ കോപാകുലനാണ്. ശ്രീരാമനെ വീക്ഷതം ഭാർഗവം രുഷാന്നാണ്. ഭാർഗവരാമനെ ദേഷ്യത്തോടു കൂടി നോക്കി എന്നാണ് അധ്യാത്മരാമായണം ഒറിജിനൽ പറയുന്നത്. വാൽമീകി രാമായണത്തിൽ ആ കോപം ശരിക്കും കാണിക്കുന്നുണ്ട്. പക്ഷെ എഴുത്തച്ഛന്റെ ശ്രീരാമൻ അവിടെ നിന്ന് കൈകൂപ്പുകയും എഴുത്തച്ഛന്റെ ശ്രീരാമൻ ഇങ്ങനെ പറയുകയും ചെയ്യുന്നു, ചൊല്ലഴും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോട് ഇങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്കെന്തോന്നുള്ളത് തപോനിതേ സ്വാശ്രമ കുലധർമ്മം എങ്ങനെ പാലിക്കുന്നു. ഇങ്ങനെ ഭാർഗവരാമന്റെ മുമ്പിൽ കൈകൂപ്പി ബാലസഹജമായ ചാപല്യത്തോടുകൂടി കരയുന്ന ഈ ശ്രീരാമൻ ഒറിജിനൽ അധ്യാത്മരാമായണത്തിലുള്ളതല്ല. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഒരു ക്ഷത്രിയനോ ഒരു ബ്രാഹ്മണനോ അടുത്തടുത്ത് വരുമ്പോൾ ശ്രീരാമൻ അത് അനുഭവിക്കുന്നുണ്ട്. ശ്രീരാമൻ ഒരു കാരണവശാലും പരശുരാമനെ കൊല്ലാനാവില്ല. അതുകൊണ്ടാണല്ലോ എന്തിലേക്കാണ് ഞാൻ ഈ അസ്ത്രം തുടരേണ്ടത് എന്ന് ചോദിക്കുന്നത്. നിന്റെ തപസ്സിലേക്കാണോ അതോ നീ ചലിക്കുന്ന ദൂരത്തിലേക്കാണോ? നീ സ്വായത്തമാക്കിയ ചലനവേഗത്തിലാണോ? നീ സ്വായത്തമാക്കിയ തപോധനത്തിലേക്കാണോ? എന്തിലേക്കാണ് ഞാൻ ഈ വില്ല് തൊടുക്കേണ്ടതെന്ന് ചോദിക്കുന്നത്. ഇങ്ങനെ ബ്രാഹ്മണനും ക്ഷത്രിയനും അടുത്തടുത്ത് വരുമ്പോൾ കേരളത്തിലെ സവിശേഷമായ ഒരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ഈ ബ്രാഹ്മണ ക്ഷത്രിയ യുദ്ധത്തെ ഒരുപക്ഷെ അധ്യാത്മരാമായണ മൂലകാരന് വീക്ഷ്യാതം ഭാർഗവം രുഷ എന്ന് എഴുതാൻ കഴിയുമായിരിക്കും. എഴുത്തച്ഛന് ഒരുപക്ഷെ കഴിഞ്ഞില്ല എന്ന് പറയാം. കാരണം ഇതിൽ തന്നെ താൻ വേദശാസ്ത്രത്തിന് അധികാരിയല്ല, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ എഴുത്തച്ഛൻ ഈ കാവ്യത്തിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് അറിയാത്തതല്ല, വേദശാസ്ത്രത്തിന് അധികാരിയല്ലാത്ത വേറെ ഒരു കണ്ണശൻ ഈ പറഞ്ഞ പണിയെല്ലാം അവിടെ എഴുതിയിട്ടുണ്ട്. ഭഗവത്ഗീത തന്നെയും ഇവിടെ തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഭാഷാ ഭഗവത്ഗീത, ഭാരതം തർജ്ജമ ചെയ്തിട്ടുണ്ട്, ഭാരതമല്ല. രാമായണം തന്നെയും രാമചരിതമായി തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഞാൻ പ്രധാനപ്പെട്ട ഒരു വാദം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. എൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ല. അധ്യാത്മരാമായണം മലയാള എഴുത്തച്ഛന്റെ കൃതിയിലെ കഥാവസ്തു തുടങ്ങുന്നതിന് മുമ്പുള്ള ആ ഭാഗം പിന്നീട് ആരൊക്കെയോ കൂട്ടിച്ചേർത്തു. അത് എഴുത്തച്ഛൻ എഴുതിയതാവാൻ ഒരു സാധ്യതയും മുഴുവനല്ല കേട്ടോ, മുഴുവനല്ല. 3 വട്ടം പകർത്തപ്പോൾ മുഹൂർത്തം മൂത്രമായി വരും. മുഹൂർത്തം എന്നുള്ള പദം 3 തവണ പകർത്തിയാൽ മൂത്രം ഉണ്ടായില്ല. അതുകൊണ്ട് സാഹിത്യവഞ്ചാരണം പി കെ നാരായണപിള്ള മഹാഭാരതം സംശോധനം നടത്തിയപ്പോൾ പശ്ചാത്താപം ശകുന്തള പ്രസവിച്ചു കന്യക കൃഷ്ണനെ എന്നൊരു വരി കണ്ടിട്ട് ഞെട്ടിപ്പോയി. ഒന്നുമില്ല, പശ്ചാത് സാ കുന്തി പ്രാസം വീക്ഷ കന്യക കൃഷ്ണ എന്നാണ്. പിന്നീട് കുന്തി കന്യകയായ കൃഷ്ണയെ കണ്ടു അദ്ദേഹം തന്നെ എഴുതിയത്.
പശ്ചാത്താപം ശകുന്തള പ്രസവിച്ചു കഴിഞ്ഞ കൃഷ്ണനെ അദ്ദേഹം തിരുത്തി. അങ്ങനെ തിരുത്താത്ത കുറെ വരികളുണ്ട്. ഞാൻ ഒറ്റ ഉദാഹരണവും കൂടെ എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഈ വാമനയുടെ പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജൻ അജ്ഞാനിനാം ആദ്യനായുള്ളൊരു ഞാൻ വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്ക് അറിയാമണ്ണം ചൊല്ലിയിരുന്ന് വേദാംഗ വേദാന്താദി വിദ്യയല്ല ചേതസി തെളിഞ്ഞ് പുനർനാവോളം തുണിക്കണം. തനിക്ക് വേദാധികാരമില്ലെന്ന് അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞു. ഈ ഭാഗത്തൊക്കെ ദാ 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 എന്നുള്ള ദ്വിതീയാക്ഷര പ്രാസം ഇങ്ങനെ ആവർത്തിച്ച് വരുന്നത് കാണാം. അത് കഴിഞ്ഞാൽ രാ 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 എന്നുള്ള ദ്വിതീയാക്ഷര പ്രാസത്തിലേക്ക് പോയി. അങ്ങനെ വരുമ്പോൾ ഇതാ നാ 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 എന്ന ദ്വിതീയാക്ഷര പ്രാസം കഴിഞ്ഞിട്ട് വേറെ ഒന്നുമായി കണക്ട് ആവാതെ വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ലെന്നതോർത്ത് ചേതസി സർവം ക്ഷമിച്ചിരുവിൽ കൃപയാലെ എന്നൊരു വരി ഇന്ന് പോയി നിൽക്കും. ഒന്നുകിൽ ഈ വരി അങ്ങ് പോയി നിൽക്കണം, അല്ലെങ്കിൽ അങ്ങ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിന്റെ പേരിൽ ഈ വരി ഇതിനകത്ത് ആവശ്യമില്ല. ഞാൻ പറയുന്നത് ഇതാണ്, ഈ കൃതിയിൽ എവിടെയൊക്കെയോ പിൽക്കാലത്ത് പകർത്തി എഴുത്തുകാർ ഇടപെട്ടിട്ടുണ്ട്. അത് എത്രയുണ്ട് എന്ന് നിശ്ചയിക്കേണ്ടത് ഒരു ഗ്രോട്ടോ ക്രോണോളജിയുടെ ലോണാണ്. ഞാൻ അവസാനിപ്പിക്കാം. അങ്ങനെ ഭാർഗവരാമന്റെ തപശക്തിയിലേക്ക് രാമൻ വില്ലയക്കുകയും അദ്ദേഹം നിസ്തേജനായി പിന്നീട് മഹേന്ദ്രാചലത്തിലേക്ക് യുദ്ധകാന്ഡം വായിക്കുമ്പോൾ എനിക്കറിയാം. മഹേന്ദ്രാചലം എന്ന് പറഞ്ഞാൽ കന്യാകുമാരിക്കടുത്തുള്ള പർവ്വതമാണ്. തെക്കോട്ടൊക്കെ വന്ന് തപസ് ചെയ്യുകയും ചെയ്തു. ഇവിടെയും അദ്ദേഹം പരശുരാമനെയും ശ്രീരാമനെയും ഈ സന്ദർഭത്തിൽ വർണ്ണിക്കുന്നിടത്ത് അധ്യാത്മരാമായണ മൂലഗ്രന്ഥമോ വാൽമീകി രാമായണമോ കാണിക്കുന്ന ആ ഒരു വീരപ്രതീതി എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല എന്നുള്ളത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല എന്നുള്ളത് അധ്യാത്മരാമായണ പഠിതാക്കളുടെ മുമ്പിൽ ഞാൻ എൻ്റെ സംശയമായി വയ്ക്കുന്നു. മൂലഗ്രന്ഥത്തിൽ ഇല്ലാത്ത വിധത്തിൽ സുന്ദരൻ, സുകുമാരൻ, ഇന്ദിര, ബുദ്ധിരാമൻ, കന്ദർപ്പ, കലൈകരൻ എന്നിങ്ങനെ രാമവിശേഷണങ്ങൾ ചേർക്കുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, AD 7-ാം നൂറ്റാണ്ടിലെ ഭക്തി പ്രസ്ഥാനത്തിന്റെ അലയൊലി ഒരു സാഹിത്യ ഗ്രന്ഥമായിട്ട് കൂടി അധ്യാത്മരാമായണത്തിൽ കാണാം. പൂന്താനത്തിൽ ജ്ഞാനപ്പാണിയിൽ അത് കാണാം. ജ്ഞാനപ്പാണിയിൽ ഒരു ക്ഷേത്രത്തിൻ്റെയും പേരില്ല, മാത്രമല്ല ക്ഷേത്രത്തിലേക്ക് പോകണ്ട എന്ന് തന്നെയാണ് ജ്ഞാനപ്പാന പറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് ആ കാലയളവിൽ വന്നൊരു കൃതിയാണിത്. അങ്ങനെ വൃത്താന്തം സ്മരിച്ചുകൊണ്ട് ഈ വാക്ക് പറഞ്ഞു, മഹാബാബുവായ രാമ, അങ്ങ് ജഗദീശ്വരനാണ് എന്ന് ഞാൻ അറിയുന്നു എന്ന് പരശുരാമൻ പറയുകയും അദ്ദേഹം തപസ്സിനായി പോവുകയും ചെയ്തു. അവിടെയൊക്കെ എഴുത്തച്ഛൻ മൂലഗ്രന്ഥത്തെ പദാനുപദം പിന്തുടരുന്നുണ്ടെങ്കിലും ചെറിയൊരു എഡിറ്റിംഗ് നടത്തിയിട്ടുണ്ട്, അത്ര വിശദമായിട്ടല്ല. അങ്ങനെ പോയി അജ്ഞാന ഉത്ഭവഭാവങ്ങളായ ജന്മാദി ഷഡ്ഭാവങ്ങൾ, അതായത് ജനിക്കുന്നു, വർദ്ധിക്കുന്നു, പരിണമിക്കുന്നു, ക്ഷയിക്കുന്നു, നശിക്കുന്നു തുടങ്ങിയ ഭാവങ്ങളെല്ലാം അതൊന്ന് എനിക്ക് മോക്ഷം കിട്ടണമെന്ന പ്രാർത്ഥനയുമായി പരശുരാമൻ മഹേന്ദ്രാചലത്തിലേക്ക്. ഇങ്ങനെ ഈ 7-ാം സർഗം അവസാനം അവസാനിക്കും. ഈ ശില്പഘടന എങ്ങനെയാണ് നിർമ്മിച്ചത് എന്നായിരുന്നു ഞാൻ അന്വേഷിച്ചത്. ഈ ശില്പഘടന എഴുത്തച്ഛൻ്റെതല്ല എന്ന് നമുക്കറിയാം, അതിൽ തെറ്റൊന്നുമില്ല. ഇതൊരു തർജ്ജമയാണ്, ഇതൊരു കൃതി. നേരെ കുറിച്ച് മഹാഭാരത തർജ്ജമയല്ല, മഹാഭാരത സ്വതന്ത്ര കൃതിയാണ് എഴുത്തച്ഛൻ്റെ. ഇത് സംസ്കൃതത്തിൽ നിന്നുള്ള പദാനുപദമായ തർജ്ജമയാണ്.
ഈ തർജ്ജമയിൽ മൂലഗ്രന്ഥത്തെ അതേപടി എടുക്കുകയില്ല, തള്ളേണ്ടത് തള്ളുകയും കൊള്ളേണ്ടത് കൊള്ളുകയും ചെയ്തിരിക്കുന്നു. കമ്പർ മുതൽ ഇങ്ങോട്ടുള്ള ചില പ്രയോഗങ്ങളെ എഴുത്തച്ഛൻ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. തന്റെ കാലത്ത് താൻ ജീവിച്ചിരിക്കുന്ന സാമൂഹ്യാവസ്ഥയിൽ തനിക്ക് പറയാൻ പാടില്ലാത്തതാണ് എന്ന് കരുതുന്ന ചില കാര്യങ്ങൾ കഥാഗതിയെ തന്നെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അധ്യാത്മരാമായണ ബാലകാണ്ഡത്തിന്റെ ശില്പഘടന മലയാളത്തിൽ ഇങ്ങനെയല്ല ഏതാണ്ട് ഇതേ മട്ടിൽ പറയാവുന്ന ഒരു വിവർത്തനം വേറെ കണ്ടത് കുമാരനാശാന്റെ ശ്രീബുദ്ധ ചരിതം വിവർത്തനമാണ്. തൊഴുത്തു പോകുക വിവർത്തനം കണ്ടത്. ജയിൽ എന്നുള്ള പദം കുമാരനാശാൻ അദ്ദേഹം എടുത്ത് പരിഗണിച്ചിട്ടുണ്ട്. വിശ്വസിക്കാനാവോ? ശ്രീബുദ്ധൻ കിടന്ന ജയിൽ എന്നുള്ള പദത്തിന് കാരാഗ്രഹം എന്നുള്ള പദം കുമാരനാശാൻ നടന്നിട്ടല്ല. പക്ഷെ ജയിൽ എന്നിട്ട് കുമാരനാശാൻ ഒരു കുസൃതി ഒപ്പിക്കുമല്ലോ. നിങ്ങളതിന് ശ്രീബുദ്ധ വായിക്കുമ്പോൾ ഇംഗ്ലീഷിലെ വൃത്തത്തെ ഏതാണ്ട് അതേപോലെ ഞാൻ മലയാളത്തിലാക്കിയിരിക്കുന്നു. ഞാൻ ചൊല്ലുകയുള്ളൂ, ബ്ലാങ്കേഴ്സ് കേരളീയല്ല. മലയപ്പുലയായി ഫ്രണ്ട് ഓഫീസ് കോട്ടേജ് പ്ലാന്റേഡ് റെയിനിങ് സീസൺ എന്നൊക്കെ ചൊല്ലുന്നത് പോലെ ഈ സാധനം വൃത്തമാക്കി ചൊല്ലാം. കാകലിയെയും കേകയും ഒക്കെ മലയാള വൃത്തമാക്കി ചൊല്ലാമെന്ന് മഹാകവി ഒരു തമാശ അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ പറയാൻ ശ്രമിച്ചത് ഇത് മാത്രമാണ്. ഈ കൃതിയെ ഇനിയും ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ പൂർവ്വസൂരികൾ ഇതിനകത്തെ സാഹിത്യ ഭംഗി, ഇതിനകത്തെ തത്വശാസ്ത്ര ഭംഗിയൊക്കെ കണ്ടിട്ടുണ്ട്. പൂർവ്വസൂരികളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. പക്ഷെ പല അഭിപ്രായങ്ങളും ഇന്ന് കാലത്തിന്റെ കുത്തൊഴുക്കിൽ അസ്തപ്രജ്ഞമായി പോയി. എഴുത്തച്ഛനെ ഭാഷാപിതാവ് എന്ന് വിളിച്ചത് ഇംഗ്ലീഷിൽ വന്നൊരു തർജ്ജമ ലോകനാണ് ഫാദർ ഓഫ് ലിറ്ററേച്ചർ എന്ന് തർജ്ജമ ചെയ്യുന്നത്. ഭാഷാപിതാവ് എന്ന് വിളിക്കുന്നത് പി ഗോവിന്ദപിള്ളയാണ്. അതിനു മുമ്പ് ഫാദർ ഓഫ് ലെറ്റേഴ്സ് എന്ന് വിളിക്കുന്നത് എല്ലിസ് ആണ്. 1817 മദ്രാസ് സെൻഫോർട്ട് കോളേജിലെ ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ ആണ് നമ്മുടെ കവിയെ ആദ്യമായി മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിളിച്ചത് എന്ന് നമുക്കെങ്കിലും ഓർമ്മയുണ്ടാകണം. അത് ഏതെങ്കിലും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എഴുത്തച്ഛൻ മലയാള അക്ഷരമാല കണ്ടുപിടിച്ചു എന്നാരും പറഞ്ഞില്ല. എഴുത്തച്ഛന് മുമ്പ് തന്നെ, ഒരു നൂറ്റാണ്ടിന് മുമ്പ്, മലയൻകീഴ് മാധവൻ ഭാഷാ ഭഗവത്ഗീത എന്നുള്ള പേരിൽ ഭഗവത്ഗീത തർജ്ജമ ചെയ്തപ്പോൾ അക്ഷരാണാം അകാരോസ്മി എന്ന ഭഗവത്ഗീതയിലെ പ്രസിദ്ധമായ ശ്ലോകമുണ്ട്. മാസാന കുസുമ, അത് നമ്മുടെ കണ്ണദാസൻ കാലങ്ങളിൽ അവൾ വസന്തം എന്ന് തർജ്ജമ ചെയ്തിട്ടുണ്ട്. കാലങ്ങളിൽ അത് ഭഗവത്ഗീത ശ്ലോകമാണ്. മാസാന കുസു മകി മാർഗശീർഷം മകേ നമ്മുടെ ധനു, മാസങ്ങളിൽ ഞാൻ ധനുവാണ് അല്ലെ, കാലങ്ങളിൽ ഞാൻ വസന്തമാണ്. ഋതുന കാലങ്ങളിൽ മാർഗഴി, പിന്നെ പുഷ്പങ്ങളിൽ അല്ല മറ്റേ ഞാൻ കലകളിൽ അതല്ല ഒറിജിനൽ ഗീതയില് കാലങ്ങളിൽ ഞാൻ മാസങ്ങളിൽ ഞാൻ മാർഗശീർഷമാണ്, കാലങ്ങളിൽ ഞാൻ വസന്തമാണ് എന്ന് ശ്രീകൃഷ്ണൻ പറയുന്നു. അതാണ് നമ്മളെ കണ്ണദാസൻ പ്രേമഗാനമാക്കിയത്. പക്ഷെ മലയാളത്തിൽ ഇതേപോലെ പ്രേമഗാനം വന്നപ്പോൾ മാസങ്ങളിൽ നല്ല കന്നി മാസം എന്നാണ് എനിക്കത് മോശക്കാരനൊന്നുമല്ല, ഭാസ്കരൻ മോശമാണ്. പക്ഷെ കന്നി മാസം ഇരിക്കട്ടെ. ഭഗവത്ഗീതയിലെ ശ്ലോകത്തെ കണ്ണദാസൻ പ്രേമഗാനമാക്കി എന്നെങ്കിലും മനസ്സിലാക്കിയാണ്. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ പറയാൻ ശ്രമിച്ചത് ഇതാണ്, ഈ കൃതി ഇനിയും ധാരാളം ആലോചനകൾ നടക്കേണ്ട ഒരു കൃതിയാണ്. ഇത്ര മനോഹരമായി ഞാൻ കുമാരനാശാനെ കുറിച്ച് പറഞ്ഞത് അവസാനിപ്പിക്കും. അങ്ങനെ എഴുത്തച്ഛൻ എന്താണോ സംസ്കൃതത്തോട് ചെയ്തത്, വസന്തം ചെറിമരത്തോട് ചെയ്തത് എന്തോ, എഴുത്തച്ഛൻ സംസ്കൃതത്തോട് ചെയ്തതെന്തോ അത് ഇംഗ്ലീഷിനോട് ചെയ്തൊരു കവിയാണ് കുമാരനാശാൻ. പോയി പൗരസ്ത്യ ദീപവും ഏറ്റോഹേഷ്യയും കുമാരനാശാന്റെ ബുദ്ധയെന്നു രണ്ട് കയ്യിൽ എടുത്തു വെച്ച് വായിച്ചാൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ ബോധ്യപ്പെടാവുന്ന ഘട്ടങ്ങളെയും തർജ്ജമകാരന്മാരൊക്കെ ഉണ്ടാവാം. ഞാൻ കവിതയ്ക്കകത്ത് ഒരുപക്ഷെ എഴുത്തച്ഛൻ കഴിഞ്ഞപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രഭാവം സൃഷ്ടിക്കപ്പെട്ട അധികം എഴുത്തുകാരില്ല. കുമാരനാശാനാണ് രംഗത്തുണ്ടാവും. ഞാൻ അവസാനിപ്പിക്കുന്നു. ബാലകാണ്ഡത്തിന്റെ ശില്പഘടന എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്
ഇതൊരു ശില്പമാണെന്നും ഇത് കൊത്തുമ്പോൾ ചിലതൊക്കെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, ചിലതൊക്കെ ഇത് കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നാണ്. കൊത്തിയത് അധ്യാത്മരാമായണ സംസ്കൃതത്തിലാണെങ്കിലും കൂട്ടിച്ചേർത്തത് മറ്റ് പലയിടങ്ങളിൽ നിന്നും സാമൂഹ്യ പരിതസ്ഥിതിയിൽ നിന്ന് പോലുമാണ് എന്ന് പറയാനാണ് ശ്രമിച്ചത്. കുറച്ച് നീണ്ടുപോയി, ക്ഷമിക്കണം.